والبلد الطيب يخرج نباته بإذن ربه والذي خبث لا يخرج إلا نكدا كذلك نصرف الآيات لقوم يشكرون. വളരെ അർത്ഥവത്തായ ഒരു ആയത്താണ് ഈ ആയത്ത്. ഇൻഷാ അല്ലാഹ് വിശദീകരണം അവസാനം പറയാം. ഇമാം ജമാഅത്തിൻ്റെ ഖതീബിൻ്റെ ഖുതുബൻ്റെ ഇങ്ങനെയുള്ള ചില വേണ്ടിയ മസ്അലകൾ പഠിക്കാനും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനടക്കം ഇവിടെ വന്നത്. ഞാൻ ക്ലാസ് എടുത്തിട്ട് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി മാത്രം വന്നതല്ല. ഒരു 2-3 കിതാബ് കൊണ്ടുവന്ന് കാറിലുണ്ട്. കൂടെ ഇരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി കിതാബ് ഈ സ്റ്റേജിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല, ഇരിക്കുന്നതല്ല കിതാബ് തന്നെ, ഇരിക്കുന്നതല്ല കൂടെ കിതാബായത് കൊണ്ടിട്ട് ഇനി ഞാൻ കിതാബ് കൊണ്ടുവന്നിട്ട് അതിനെ നോക്കിയിട്ട് പറയേണ്ട ആവശ്യമില്ല. നിങ്ങളെ കേട്ടിട്ട് വേണ്ടി വന്നെങ്കിൽ അങ്ങോട്ട് വേണ്ടിയവർക്ക് പറഞ്ഞു കൊടുക്കാം. പറയുമ്പോൾ തെറ്റ് ഉണ്ടെങ്കിൽ തിരുത്തുമെന്ന ഉറച്ച വിശ്വാസം ഉള്ളതുകൊണ്ട് കിതാബ് ആവശ്യമില്ല എന്ന് ഞാൻ കരുതി. അബ്ബാസ് മദനി ഉസ്താദ് ഏതോ ഒരു രാത്രിയിൽ ഇമാം ജമാഅത്തിനെ സംബന്ധിച്ചൊരു ക്ലാസ് എടുക്കണു നിങ്ങൾക്ക് തീർവാ ബണ്ടാറാ എന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾ ചങ്ങായിമാരാണ് ബണ്ടൻ ചെന്നാൻ. അപ്പം നിങ്ങളുടെ പേര് ഏടാക്കട്ടാൻ ചെന്നത്. ആയിത്തെന്ന് ചെന്നാൻ ഈ ജാവ് 10:30 മണിക്കാണ് 11 മണിക്ക് എന്താ വിളിച്ചിറയാൾ. അപ്പം ഇതിൻ്റെ ഗൗരവം ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. ആർക്ക് ക്ലാസ് എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. SSFൻ്റെ ഇങ്ങനെ ആർക്ക് എന്തൊരു ജമാഅത്തിൻ്റെ ക്ലാസ് എടുക്കണമെന്ന് വിചാരിച്ചതാണ്. കുറച്ചും കഴിഞ്ഞിട്ടൊരു നോട്ടീസ് നോക്കുമ്പോഴാണ് ഞങ്ങൾ PK ഉസ്താദിൻ്റെ പേര് കാണുന്നുണ്ട്, മറ്റുള്ള പല നേതാക്കന്മാരുടെ പേര് കാണുന്നുണ്ട്. ഞാനപ്പം പേടിച്ചുപോയി. ഇത് ഈ ക്ലാസ്സിൽ തന്നെ വിളിച്ചിറമ്മ ഏതായിട്ട് ഏറ്റെടുത്തിട്ടായല്ലേ. പിന്നെ എന്താക്കടെ നോക്കാം, തപ്പ്യങ്ക് ഉസ്താദന്മാർ ചെല്ലു തറുവാറ് എന്ന ധൈര്യത്തിലാണ് ഉടക്ക് ബന്ധര. എന്ന് പറഞ്ഞാൽ ഇമാം ജമാഅത്തിൻ്റെ ആ മസ്അല അതൊരു മൊത്തത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റിയതേ അല്ല. ഞാനും കുറേ കൊല്ലം ഖതീബായ ആളാണ്. നിസ്കാരത്തിൽ വല്ലത് എനിക്ക് തെറ്റിയാൽ എത്രയോ പ്രാവശ്യം ഫത്ഹുൽ മൊയ്നും ഹുലാസവും മഹല്ലിൻ്റെ ചെല്ലിട്ട് കൊടുത്തിട്ടും കിടാക്കൾക്ക് മസ്അല ഇന്നതാണെന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും നിസ്കാരത്തിൽ വല്ല തെറ്റും നമുക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പം വെപ്രാളത്തിലാണ്. ഓ എന്തായിപ്പോയെന്ന്. ഞാൻ നിങ്ങളുടെ കേൾക്കട്ട്, ഖതീബായ ഞാൻ ഇമാം നിന്ന് നിസ്കരിച്ചിട്ടെല്ലാം ആയതിന് ശേഷം എൻ്റെ ബദിയനുള്ള മുഅദ്ദിനെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒരു മഅ്മൂമ് എൻ്റെ കാലിൻ്റെ അടിയിൽ ആട്ടിൻ്റെ ഒരു പിട്ട കാഷ്ടം, ആടിൻ്റെ പല്ലിൻ്റെ അല്ല,
ആടിൻ്റെ കാഷ്ടം അടിയിൽ പറ്റിട്ട് കാണണം, അല്ലെങ്കിൽ പൊരേരി ചക്ക തിന്നിട്ട് പോയതായിരിക്കും വിളഞ്ചല് കാലിൻ്റെ അടിയിൽ കാണണം. മുക്കരിക്ക കേൾക്കുന്ന ഉസ്താദ് കാലിൻ്റെ അടിയിൽ എന്താ ഒന്നുണ്ട്. എന്ത് ചെയ്യണം? ഇമാമിൻ്റെ കാലിൻ്റെ അടിയിൽ ബലഞ്ചൽ കാണുന്നത് എപ്പോൾ കാണുന്നത്? സലാം വീട്ടിൻ്റെ ശേഷം. ആടിൻ്റെ കാഷ്ടം കാണുന്നുണ്ട് സലാം വീട്ടിൻ്റെ ശേഷം. ഇമാം എന്ത് ചെയ്യണം? മാമുമിങ്ങൾ എന്ത് ചെയ്യണം? ആ നിസ്കാരം മൗമുമിങ്ങൾ മടക്കേണ്ടതുണ്ടോ, അതല്ല ഇമാമ് മടക്കേണ്ടതുണ്ടോ? അപ്പോൾ വെപ്രാളത്തിലാണ് ആ സമയത്ത്. എന്ത് ചെയ്യണം? ഞാൻ കേൾക്കട്ടെ. ഇമാമിനേക്കാൾ മുമ്പ് ഒരു മഅ്മൂം റുക്കൂയിലേക്ക് പോയി. ഇമാമിനേക്കാൾ മുമ്പ് ഒരു എന്തോ അശ്രദ്ധയിൽ റുക്കൂയിലേക്ക് പോയി. റുക്കൂയിലേക്ക് പോയിട്ടാകുമ്പോഴേക്കും മഅ്മൂമിന് തോന്നിപ്പോയോ ഞാൻ റുക്കൂയിലേക്ക് വന്നത്, ഇമാം റുക്കൂയിലേക്ക് വന്നിട്ടില്ലേ എന്ന്. ആ മഅ്മൂമിലേക്ക് മറന്നിട്ടാണ് പോയത് റുക്കൂയിലേക്ക്. ആ മഅ്മൂം എന്ത് ചെയ്യണം? നൃത്തത്തിലേക്ക് വരൽ നിർബന്ധമാണോ, അല്ല റുക്കൂയിൽ അവിടെ ഇമാമിനെ കാക്കണോ? മറന്നിട്ട് പോയെങ്കിൽ, അല്ല കരുതി കൂട്ടിയിട്ടേ റുക്കൂയിലേക്ക് പോയേ. ഇയാൾ എത്ര കാക്കണം, നാണ് മുന്നേ റുക്കൂയിൽ പോയിട്ട് അവിടെ തള്ളു ബക്കിട്ട് തേക്കടേ, അങ്ങനെ അയാൾ റുക്കൂക്ക് പോകണ്ടെന്ന് നോക്കാം. വേരിച്ചിട്ട് എന്താക്കി? ഓൻ കരുതി കൂട്ടിയിട്ട് റുക്കൂയിലേക്ക് പോയ ഇമാമിനേക്കാൾ മുന്നേ മൗമൂമു എന്ത് ആവും ആ മൗമു നിസ്കാരം? അവിടെ വെപ്രാളാണ് വരുമ്പോൾ സംഭവിച്ചെങ്കിൽ സലാം വീട്ടിണക്ക് ഒരു മൗമൂമ് കേക്കിട് ഉസ്താദ് നക്ക് സറ പോയിട്ട് നമുക്ക് നക്ക് ഓർമ്മ വന്നിട്ട് ഒരു ഇമാമുണ്ട് നക്ക് എന്ന്, എനക്കൊരു ഇമാമുണ്ടെന്ന് സുജൂദിൽ ഓർമ്മയ ഉസ്താദ്. നിങ്ങൾ എന്താക്കിയാറ്? ഞാൻ സുജൂദിലെ പിന്നെന്താക്കിയവിടെ കാത്ത, നിങ്ങൾ പരോളം കാത്തനാണ്. ഇപ്പം എന്തായാലും മസാല എന്തായി? അവൻ നിസ്കാരം എന്താക്കണോ? സലാം വീട്ടിയപ്പോൾ പറയുന്നു. എന്നിട്ട് ഇമാമ് ഖത്തീബിൻ്റെ കേൾക്കട കേൾക്കുമ്പോൾ ഖത്തീബുമാരായ നമ്മൾ നിസ്കാരം മടക്കുന്നു ചെല്ലമ്മ, മടക്കണ്ടെന്ന് ചെല്ലമ്മ വെപ്രാളത്തിലാവട്ടും. ഇങ്ങനെ അതേപോലെ നിങ്ങൾ ഞാൻ ഒന്ന് കേൾക്കട, ഇമാമിനേക്കാൾ മുന്നേ കരുതി കൂട്ടിയിട്ട് റുക്കൂയിലേക്ക് പോണ്ടേ. ആ അങ്ങനെ പോവൽ ഹറാമ, ജായിസ, അല്ല നിസ്കാരം ബാത്തിലാവാ? ഇമാമിനേക്കാൾ മുന്നേ കരുതി കൂട്ടി റുക്കൂയിലേക്ക് പോണ്ടേ. ഇനി ഇമാമിനേക്കാൾ മുന്നേ കരുതി കൂട്ടി റുക്കൂയിലേക്ക് പോയി അവിടുന്ന് കരുതി കൂട്ടിയിട്ട് ഈറ്റിദാലിലേക്ക് വന്നത്, അവിടെ എന്താ മസാല? ഇനി കരുതി കൂട്ടിയിട്ട് സുജൂദിലേക്കും പോയാ അവിടെ എന്താ മസാല? 3 ചോദ്യമാണ് കേട്ടത്. ഒന്ന് ഇമാമിനേക്കാൾ മുന്നേ റുക്കൂയിലേക്ക് പോയാൽ അതിൻ്റെ ഒരു മസാല വേറെയാണ്, കരുതി കൂട്ടിയിട്ട് പോണ്ടേ. ഇമാമിനേക്കാൾ മുന്നേ റുക്കൂയിലേക്ക് പോയിട്ട് ഈത്നാലിലേക്ക് വന്നാൽ അതിൻ്റെ ഒരു മസാല വേറെയാണ്. എന്ന് ഈത്നാലിൽ വിട്ട് സുജൂദിലേക്ക് പോയാൽ അവിടെ ആയിട്ട് അതിനൊരു മസാല വേറെയാണ്. 3ൻ്റെ 3 മസാല കരുതി കൂട്ടിയിട്ട് പോയെങ്കിൽ. ഇനി മറന്നിട്ട് പോയാലോ? ഇമാമിനേക്കാൾ മുന്നേ റുക്കൂയിലേക്ക് മറന്നിട്ട് പോയാ, റുക്കൂയിൽ നിന്ന് ഈത്നാലിലേക്ക് മറന്നിട്ട് വന്നാ, ഈത്നാലിൽ നിന്ന് സുജൂദിലേക്ക് മറന്നിട്ട് പോയാ എന്താ ഇതിൻ്റെ വ്യത്യാസം? ഒരു ഖത്തീബിൻ്റെ ഞാനിങ്ങനെ എല്ലാം ആക്കിയെന്ന് ഒരുത്തൻ ചെന്നെങ്കിൽ അതിലേക്ക് മറുപടി ഞാൻ പഠിക്കണ്ടേ? വേണ്ട, ഞാൻ കേൾക്കട്ടെ. ഇമാമ്
രണ്ടാമത്തെ റക്അത്തിന്റെ അത്തഹിയാത്തിൽ ദച്ചിറും നാണെ ആര് ദിക്കടയിലേക്ക് എത്ര ദിക്കട പോവാം. എന്നിട്ട് ഞാൻ കരുതി കൂട്ടിയിട്ട് എണിച്ച അത്തഹിയാത്ത് ഓതില്ല. ഞാൻ എന്തരവിടെ മസാല കരുതി കൂട്ടി എണിച്ച് അത്തഹിയാത്ത് ഓതില്ല. അല്ല, ഇമാം അത്തഹിയാത്ത് ദച്ചിറ് മറന്നിട്ടുണ്ടായ മേൽക്ക് വന്ന ഞാൻ അപ്പം എന്തൊരു മസാല, ഈ ജണ്ടിൻ്റെ മസാല വ്യത്യാസം ഉണ്ടായില്ലേ? മറന്നിട്ട് എണിച്ചെങ്കുള്ളൊരു മസാല എന്തൊരു, കരുതി കൂട്ടിയിട്ട് എണിച്ചാലുള്ള മസാല എന്തൊരു ആയിട്ടില്ല. അവിടെ ഒരു മസാല ഉണ്ട്. രണ്ടാമത് കുനൂത്ത് ഓതുന്ന സന്ദർഭത്തിൽ ഇമാമോ കരുതി കൂട്ടിയിട്ട് ഞാൻ കുനൂത്ത് ഓതില്ല എന്നിട്ട് സുജൂദിലേക്ക് പോയാൽ അവിടെ എന്തൊരു മസാല, അല്ല മറന്നിട്ട് പോയാൽ അവിടെ എന്തൊരു മസാല. രണ്ട് മസാലയും മറന്നിട്ട് പോയെങ്കിലും കരുതി കൂട്ടിയിട്ട് പോയെങ്കിലും വ്യത്യാസമുണ്ടോ ഇല്ലേ? നിസ്കാരം ബാത്തിലാണ് ആന്നില്ലേ? നിങ്ങളുടെ അടുത്ത് കേട്ടോ ഉസ്താദ് നക്ക് ബോധമേ ഇല്ല. നിങ്ങൾ കുന്നൂത്ത് ഓതുമ്പോൾ എപ്പോൾ സംഭവിക്കുന്ന എപ്പാ തറാബി നിസ്കാരത്തിൻ്റെ വിത്ർ നിസ്കാരത്തിൽ കുനൂത്ത് തുടങ്ങുന്ന അള്ളാഹു മെഹ്ദി ഞാൻ ചെല്ലുമ്പോൾ പോയിട്ട് സുജൂദിലെത്തിയിട്ടാണ്. റുക്കൂന്ന് എണിച്ചിട്ട് അള്ളാഹു മെഹ്ദി ഞാൻ ചെല്ലുമ്പോൾ ഇത് അള്ളാഹു അക്ബറും ചെന്നിട്ട് വിചാരിച്ചിട്ട് കുനൂത്ത് വിട്ടിട്ട് എവിടെ പോകണ്ട സുജൂദിലേക്ക് പോകണ്ടവന് ബോധമില്ല. ആ പോയപ്പോൾ എന്തിനാക്കണോണു എല്ലാവർക്കും അതിൻ്റെ മസാല ഗൊന്തിക്കൂന്നിട്ട് അറിയലോടുകൂടി ഞാൻ നക്ക് പഠിക്കണ കാര്യം എന്നെ ചെല്ലുണ്ട്. ഇങ്ങനെ ഇനി ഞാൻ കേൾക്കട്ട് നിങ്ങളുടെ കുത്തുബ ഓതുന്നവർ, കുത്തുബ ഓതുമ്പോൾ ബാല് പിടിക്കുന്നവരാണ് എല്ലാവരും, അല്ലെങ്കിൽ ഒരു വടിയെങ്ക് പിടിക്കുന്ന ഈ ബാല് മുഅദ്ദിനിൻ്റെ നിന്ന് ബാലെടുക്കുന്ന മുറക്കിയിൽ നിന്നിട്ടാണ് വാങ്ങുന്നത്. ഏത് കയ്യിലാണ് വാങ്ങുന്നത്? അതെല്ലാവർക്കും കൊന്തിക്കും. ബെൽത്തെ കയ്യിൽ വാങ്ങടേന്ന് മുഅദ്ദിന് തൻ്റെ ബെൽത്തെ കയ്യിൽ, എടുക്കട ബെൽത്തെ കയ്യിൽ. ഈ ബെൽത്തെ കയ്യിൽ നിന്ന് ആ ബാളിനെ എടുത്ത കയ്യിലേക്ക് ഞാൻ നക്കിൽ ചെയ്യേണ്ട എപ്പോഴാണ്? ഇത് ഖത്തീബന്മാരുള്ളവരല്ലേ, നിങ്ങൾ എപ്പോഴാണ് ഈ ബെൽത്തെ കയ്യിൽ നിന്ന് ഈ ബാളിനെ എടുത്ത കയ്യിലേക്ക് നക്കിൽ ചെയ്യൽ എപ്പോഴാണ്? മിമ്പറിലേക്ക് 10 നിരക്ക് മുന്നേ നക്കിൽ ചെയ്യലാണോ? നിങ്ങൾ മിമ്പർക്ക് 10 ഇതിനെ കൂടെ മുക്കിൽക്കണ്ടല്ലേ മേങ്ങി ഈ കയ്യിൽ പിടിച്ച് ഇതിനെ പിടിച്ചോണ്ട് മേൽക്ക് പോകണ്ടമ്മ എടുത്ത കയ്യിൽ, അല്ല ബെൽത്തെ കയ്യിലേ പിടിച്ചോണ്ട് മേൽക്ക് പോയിട്ട് അസ്സലാം അലൈക്കും ചിലപ്പോൾ ഇങ്ങനെ കുത്തിയിട്ട് കറക്റ്റ് കുത്തിയിട്ട് ബെൽത്തെ കയ്യിലെ കുത്തിയിട്ട് അസ്സലാം അലൈക്കും ചൊല്ലണ്ടമ്മ. അവിടെ ഏതാണ് സുന്നത്ത്? 10 എടുത്ത കയ്യിൽ പിടിക്കലാണോ സുന്നത്ത്? അല്ല 10 നിന്ന് പിന്നെ സലാം ചെല്ലിൽ നിന്ന് പിന്നെ അപ്പുറത്ത് വെച്ചിട്ട് എന്നിട്ട് അതിനെ ബെൽത്തെ കയ്യിൽ എടുത്ത കയ്യിൽ എടുക്കലാണോ സുന്നത്ത്? നിങ്ങൾ എന്താ എങ്ങനെ ആയിക്കൊണ്ടുള്ളാറ്? എപ്പോഴാണ് അതിനെ പിടിച്ചോണ്ടുള്ളത്? നിങ്ങൾ പോട്ട് ഒന്നാമത്തെ ഖുത്ബ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഖുത്ബയിൽ ഒരു ദൈക്കൽ കഡായിട്ട് ദൈക്കൽ കഡായ തുഹ്ഫയിൽ പറയുന്ന തുമഇനീനത്തോടുകൂടി എന്ന് പറയുന്നത്. നിഹായലും ചൊല്ലു ബിതുമഇനീനത്തിൻ, തുമഇനീനത്തോടുകൂടി നിഹായലും ചൊല്ലു. എന്തിനാ ഈ തുമഇനീനത്തിൻ്റെ അർത്ഥം? കുറേ ഖത്തീബന്മാർ ദൈക്കിടാറ് അപ്പോൾ കിതാബിന് ഇങ്ങനെ മറിക്കാൻ തുടങ്ങിയിടാറ്. ദൈക്കിടാറ് ദച്ച അനക്കം പൂർത്തിയാന്തൽ കുഞ്ഞിന് അപ്പോൾ കിതാബ് എന്താക്കിടാറ്? ബാളപ്പുറത്ത് വെക്കിടാറ്, കിതാബ് ഇങ്ങനെ മറക്കിടാറ്, തല അങ്ങനെ നോക്കിടാറ്. അവൻ്റെ തുമഇനീനത്ത് പോയിത്താ, അവൻ്റെ തുമഇനീനത്ത് പോയിത്താ. ആ തുമഇനീനത്തിൻ്റെ അർത്ഥം എന്തര്? ആ തുമഇനീനത്തിൻ്റെ അർത്ഥത്തിൽ ചിലയിടത്തുള്ള ഖതീബിനെ പോലും പിരിച്ചുവിട്ട അവസ്ഥ ഉണ്ട്. ഇതിനെ കണ്ട ചില മുഅദ്ദിനീങ്ങൾ അയാൾക്ക് തുമഇനീനത്തില്ല എന്ന് ചെന്നിട്ട് ഖുത്ബയിലെ രണ്ടാമത്തെ ഖുത്ബയിൽ ദച്ചപ്പോൾ തുമഇനീനത്തില്ല അയാൾക്ക് ചെന്നിട്ട് ഫിത്നാക്കിയിട്ട് ഖതീബിനെ വിട്ടവരുണ്ട്. ഞങ്ങൾ ഇത്ര സമയത്ത് ഖുത്ബയിൽ സയ്യായിട്ടില്ല, തുമഇനീനത്തില്ല. അങ്ങനെ കിതാബ് അപ്പോൾ ദച്ചനൊക്കെ തിരിക്കണം ആവാ, അവിടെ ഒരു അടക്കം അനങ്ങണം ദയിക്കണമുണ്ടാതെ. നിങ്ങൾ എന്തിനാക്കിടാറ്? ഈ ഖതീബന്മാരുള്ളവരല്ല ജമ്മ, നിങ്ങൾ ദച്ചനൊക്കെ ഒരു സ്റ്റോപ്പ് എന്തു അനങ്ങാതെ സ്റ്റോപ്പ് ആവിടാറാ.
ആയിട്ട് പിന്നെ വല്ല കിതാബ് ബരിക്കിടമ്മ. ഇത് ഓരോന്ന് കേക്കിടെ എന്തിനെ കൊന്തുണ്ടാ. ഇങ്ങനെ കേട്ടിട്ട് പിന്നെ ജവാബ് ചെല്ലുമ്പോഴത്തേലും എന്താ ഉള്ളത്? അവിടെ ദയിക്കടല്ലേ. ഇനിയിപ്പോൾ ടൈം കിട്ടിയില്ലെങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് കിതാബിൽ എന്തൊരു ചെല്ലുണ്ടെന്ന് നിങ്ങൾക്ക് നോക്കല്ലേ. അപ്പോൾ ഇങ്ങനത്തെ അവിടെ എന്തൊരു ചെല്ലിന്നിട്ട് കിതാബ് നോക്കല്ലേ. അല്ല, ടൈം ഇപ്പോൾ കിട്ടിയില്ലെങ്കിൽ മറുപടി ചെല്ലണക്കോ. 12 മണിക്ക് എത്ര നിപ്പാട്ടോണ് ചെന്നറാറ്. ഇനി കേൾക്കട്ടെ, ഞാൻ കുത്തുബ രണ്ടാമത്തെ കുത്തുബയിൽ നിന്നിട്ട് കുത്തുബ തീന്നനക്ക് ഞമ്മ ഇളിയോണല്ലേ. ഞാൻ കേൾക്കട്ടെ, ഖത്തീബന്മാർ കൂടെ ഉള്ളാരോ ജമ്മ. ആ ഇലിട് കാമത്ത് കൊടുത്തതിന് പിന്നെയാണോ കാമത്ത് കൊടുക്കുമ്പോഴാണ് ഇലിയാൻ തുടങ്ങണ? എപ്പോൾ ഇലിയാൻ തുടങ്ങണ്ടേ? കുറേ ആൾ കാമത്ത് കൊടുത്തിട്ട് ആവോളം അവിടെ ഇങ്ങനെ ആ ബടി പിടിച്ചിട്ട് നിൽക്കിടാറ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുമ്പോൾ ഇങ്ങോട്ട് വേണ്ട. കുറേ ആൾ അല്ലാഹു അക്ബറും ചെല്ലുമ്പോൾ തന്നെ ഇളിഞ്ഞോണ്ട് ബണ്ടാറ്. ഏത് ഇത് ശരി, ഏത് തപ്പു? നിങ്ങൾ എങ്ങനെ എന്തായിക്കൊണ്ടുള്ളാറ് ഖത്തീബാർ? ഇപ്പം എന്തായിക്കോട്ടെ, ഇതൊരു ഗമനക്ക്. കാരണം നമ്മൾ എപ്പോഴും ആക്കുന്ന അമലെന്നെ ചിലപ്പോൾ നമ്മൾ ഗമനത്തിലിക്കില്ല. നമ്മൾ എന്തിനാക്കിയാൽ നമുക്ക് ഒന്തിക്കില്ല. അതാണ് ഇങ്ങനെ. ഇനി കേൾക്കട്ടെ, ഞാൻ എല്ലാം പഠിച്ചവരാണ്. ഇമാമ് നിന്നപ്പോൾ ഒരുത്തം വന്നെങ്കിൽ, ഒരാൾ വന്നെങ്കിൽ അവൻ വലത്തെ ഭാഗത്ത് നിൽക്കണോ തെള്ളി പിന്തിയിട്ട്. ഈ തെള്ളി പിന്തിട്ട് നിൽക്കണമെങ്കിൽ തെള്ളി പിന്തിട്ടില്ലെങ്കിൽ അർത്ഥത്തിൻ്റെ അതൊന്ന് പഠിക്കണം. ഇനി പിന്തിട്ട് വലത്തെ ഭാഗത്ത് നിൽക്കണം ചെന്ന്. പിന്നെ ഒരുത്തം വന്നെങ്കിൽ ഇടത്തെ ഭാഗത്ത് നിൽക്കണം അല്ലേ. എന്നിട്ട് രണ്ടാളും പിറ പറഞ്ഞു ഒട്ടിക നിൽക്കണം. അത് പിറ വരാൻ സൗകര്യം ഇല്ലെങ്കിൽ ഇമാം എതിർക്ക് പോകണം. എന്നിട്ട് ഒരു ഒട്ടിക ആവണം അല്ലേ. മസല അങ്ങനല്ലേ. ഞാൻ കേൾക്കട്ട്, ഇമാം നിന്നൊരു ഒരു മോമും വലത്തെ ഭാഗത്ത് നിന്നറ്. അപ്പം രണ്ടാൾ ഒട്ടിക വന്നാറ്. ഒരാൾ വന്നെങ്കിലേ ഇടത്തെ ഭാഗത്ത് നിൽക്കണ്ടേ. രണ്ടാൾ ഒട്ടിക വന്നാറ്. എന്താക്കണോ? രണ്ടാളും ഇടത്തെ ഭാഗത്ത് നിൽക്കണ? അല്ല, ഒരാൾ ഇടത്തെ ഭാഗത്ത് നിന്നിട്ട് കൈ കെട്ടിട്ട് അവർ പിറ വന്നതിന് പിന്നെ ഇയാൾ അവിടെ പോയിട്ട് കൂടണ? അല്ലെങ്കിൽ ഒരാൾ ബലത്തെ ഭാഗത്ത് നിന്നിട്ട് ഇയാൾ ഇടത്തെ ഭാഗത്തിൻ്റെ കൈ കെട്ടിട്ട് പിറ പറഞ്ഞ? എന്താ അവിടെ മസാല? ഇവിടുത്തെ മന്ത് കേട്ടോ, ഞങ്ങൾ രണ്ടാൾ ഒട്ടിക്ക് വന്നത് എന്തിറക്കണമെന്ന് കേട്ടെങ്കിൽ ഇങ്ങനെ കേട്ടോണ്ട് പോയെങ്കിൽ ചെമ്മ കേൾക്കണത്. ഈ കേൾക്കുന്നത് തന്നെ ഒരു മസാലയാണ്. ഈ കേട്ടിട്ടാകുമ്പോഴെല്ലാം കുറേ ആൾക്ക് ഈ മസാല ഗുന്തിക്കൂ. കിതാബിൽ ഓതിയത് ഇപ്പം കണ്ണാടിയൊക്കെ വന്നുകൊണ്ടിരിക്കൂ. അങ്ങനെ അതിങ്ങനെ ഇങ്ങനെ അതിൻ്റെ ഇത് നിന്നിട്ട് നമ്മൾ ചിലപ്പോൾ അസർദിരിക്കും. ബാളെപ്പോൾ പിടിക്കണോ, ബാളെപ്പോൾ പിടിച്ചിട്ടില്ല, ഞാനെപ്പോൾ പിടിച്ചിരെ, ഞാനെപ്പോൾ കൊടുത്തിര ബാള്, ഞാനെപ്പോൾ വെളുത്ത കയ്യിലേക്ക് നക്കൽ ചെയ്ത് അസർദിരിക്കൂ. ഇപ്പം ഞാനിങ്ങനെ ആയിക്കൊണ്ടുള്ളൂ എന്നവർക്ക് ഓർമ്മ വരും. ഇനിയിപ്പോൾ ഇതൊക്കെ നൻ്റെ ചിലപ്പോൾ മറുപടിക്കല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി പോയിട്ട് കിതാബിൽ തേടണകും, അതിൻ്റെ മസാല കേട്ട് പഠിക്കണകും ഒരു ഇത് വേണ്ട. അപ്പോൾ ഇപ്പം ഞാൻ ചെന്ന് ഇമാം ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോക്കു ഉള്ള മസാലകൾ ഇന്നല്ല മുഞ്ഞാന്നൊരു ഫോൺ വന്നിട്ട്, ഉസ്താദ് നാണ് ഒരു ഇമാമു സുജൂദിലുണ്ട്, ഒരു ഇമാമു സുജൂദിലുണ്ട്, നാണ് കൈകെട്ടിയ സുജൂദിൽ പോയ കൈകെട്ടിക്ക് സുജൂദിലുള്ള കൈകെട്ടി എവിടെ പോണു? ഡയറക്റ്റ് സുജൂദിക്ക് പോണു. സുജൂദിക്ക് പോയാണൊക്കെ അയാൾ ഒതു പോയിട്ട് അയാളോട് നനച്ചിട്ട് പോയിട്ട് ഞാൻ ഒന്നാമത്തെ സുജൂദിലുള്ള നാനും പിന്നെ കൈ വിട്ട മൊയിലാറാണ് വേണ്ടത്. ഞാൻ എൻ്റെ കൈ വിട്ട് സുറൂർ കൈ കെട്ടി ഞാൻ സ്കരിച്ച. നിങ്ങൾ എന്തൊരു ചെല്ലാറ്? അയാൾ കൈ വിടേണ്ടതാ അല്ല രണ്ടാമത്തെ സുജൂദ് അയാൾ ആക്കണ? ഈ ഒരു സുജൂദ് ഇപ്പം ഒരു സുജൂദിലേ ഉള്ളൂ. അവിടുന്ന് എണിച്ചിട്ട് അയാൾ വന്നിട്ട് പിന്നെ സുറൂദ് അങ്ങനെ അതിനെ നിസ്കാരം പൂർത്തിയാക്കി മയ്യ അല്ല കൈ വിടണ?
അല്ല രണ്ടാമത്തൊരു സുജൂദിന് ബുട്ടുട്ടായാൽ ഓർവ് പോയിന്ന് പോയില്ലേ, എന്താക്കണോ? സംഭവിക്കലങ്ങനെ സംഭവിച്ചതാണ് അയാൾ കേട്ടത്. നൻ്റെക്ക് ഇന്ന് ഇങ്ങനത്തെ ഒന്ന് സംഭവിച്ചു, ഞാൻ കൈവിട്ടേ ഒരു മൈലാറ് ഫോണാക്കിയിട്ട് കേട്ട്. അപ്പം അതിൻ്റെ മസാല അങ്ങനെ ആയെങ്കിൽ കുടുങ്ങി എന്താക്കണോ? അതാണ് ചെല്ലത്. ഇമാം ജമാഅത്തിൻ്റെ ഇത് ദൂരായിട മുട്ടായിട ഞാൻ നിന്നത് കേൾക്കട്ടല്ലേ, കറക്റ്റായിടല്ലേ? മുട്ട നിന്നെങ്കിൽ നിങ്ങൾക്ക് കാതിലേക്ക് ഇതാവുള്ളൂ, ഞാൻ ദൂരെ നിൽക്കട്ടെ. ഇത് മസാലല്ലോ, വാളല്ലല്ലേ. അപ്പോൾ ഇമാം ജമാഅത്തിൻ്റെ മസാല അതൊരു ബഹ്റാണ്. അത് പഠിച്ചിട്ട് തീരുന്ന മസാലല്ല, ഒരു ക്ലാസ്സിൽ ചെന്നിട്ട് തീർക്കുന്ന വിഷയമല്ല. അതിൽ ഇന്ന വിഷയം ഒരു സബ്ജക്റ്റ് വെച്ചെങ്കിൽ മാത്രമേ എന്തെങ്കിലും ഒന്ന് ചെല്ലണമെങ്കിൽ ആ വിഷയത്തിന് മാത്രം എടുക്കണമെങ്കിൽ തീരുവല്ലാണ്ട് ഇല്ലെങ്കിൽ ഇത് പാടാവുന്ന വിഷയമല്ല. അത് ഞാൻ കേൾക്കട്ടെ നിങ്ങളിൽ. ഇനിയിപ്പോൾ വളരെ എളുപ്പത്തിൻ്റെ ഇമാം ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോഴേക്കും 27 ദർജ കിട്ടുമെന്ന്, അല്ലെങ്കിൽ 25 ദർജ കിട്ടുമെന്ന് ദർജത്തൻ എന്ന ഹദീസിലുണ്ട്. എന്തൊരു ദർജ ചെന്നെങ്കിൽ ഞാൻ സാധാരണ വളച്ചൊല്ല ഇമാം ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ 27 ദർജ ജാസ്തി ഉണ്ടോ അല്ലെങ്കിൽ 25 ദർജ ജാസ്തി ഉണ്ടോ എന്ന് ഞാൻ വാദിച്ചല്ലേ. എന്തൊരു ദർജ ചെന്നെങ്കിൽ ഈ 2 ഹദീസ് ഉണ്ടല്ലോ, ഒന്ന് 25 27 ഈനെന്തരാക്കടേ? ഇങ്ങനെ ചൊല്ലണക്ക് ജമാഅത്തിൻ്റെ വിഷയം ചൊല്ലണു ചെമ്മയുണ്ടോ? ഇൻഷാ അല്ലാഹ് ഈ കേട്ട ചോദ്യത്തിന് ഇനി ഇങ്ങനെ കേട്ടുകൊണ്ട് പോയെങ്കിൽ 12 മണിക്ക് അബ്ബാസ് സജലിന് 12 മണിക്ക് നിപ്പാട്ട് 45 ആയിട്ട് പോയിട്ടെന്ന്. അപ്പോൾ ഇനിയും കേട്ടുകൊണ്ട് പോയെങ്കിൽ കേട്ടോണ്ടേ പോകും. ആ കേട്ടുകൊണ്ട് പോകുന്നതിൽ കൊണ ഉണ്ടായില്ല ഉസ്താദ്. കേട്ടുകൊണ്ട് പോകുന്നതിലാണ് കൊണ യാറുള്ളൂ. കാരണം അതിൻ്റെ അപ്പുറം പഠിക്കണക്കാവുള്ളൂ. ഇന്ന് പഠിച്ചില്ലെങ്കിൽ പിന്നെ പഠിക്കണക്കാവുള്ളൂ. അതിലേക്കാണ് ഞാൻ കേട്ടുകൊണ്ടേ പോയേ. ഇനി തുടങ്ങാം. 2 ഹദീസ് തമ്മിൽ തആറുള്ള. ഒന്ന് ഒരു ഹദീസ് 25 ദർജ, പിന്നെ ഒരു ഹദീസിൽ 27. രണ്ടും സഹിഹായ ഹദീസാണ്. നമ്മൾ ജമ്മുൽ ജവാമിയും മറ്റുള്ള കിതാബെല്ലാം ഓദ്യവരാണ്. പ്രത്യേകിച്ചും സിറഹ് തഹദീബ് ഓദ്യവരാണ്. സിറഹ് തഹദീബിൽ ചൊല്ലു കുല്ലു ഇൻസാനിൻ നാത്തിക്കും, എല്ലാ ഇൻസാനും നാത്തിക്കാണ് ചെല്ലുന്നത്. ഇല്ല കുല്ലു നാത്തിക്കും ഇൻസാനും, എല്ലാ നാത്തിക്കും ഇൻസാൻ ചെല്ലണം. അതിൻ്റെ തിരിച്ചു ചെല്ലുന്ന ബാദുൽ ഇൻസാന് നാത്തിക്കും. അതിലൂടെ വിശദീകരിക്കേണ്ട വിഷയമല്ല. ഖിയാസും അതും ഇതെല്ലാം അക്സ് മുസ്തബി അക്സ് നക്കീല എല്ലാം മന്തികരിച്ചെന്നു. ബാദുൽ നാത്തിക്ക് തിരിച്ചുണ്ട്. അപ്പോൾ കുല്ലു നാത്തിക്കും ഇൻസാനും, എല്ലാം നാത്തിക്ക് ഇൻസാനാണ്. ഇൻസാനിൽ നിന്ന് പകുതി നാത്തി. ഇൻസാൻ എല്ലാം നാത്തിക്കല്ലേ, ഇത് കളവല്ലേ എന്നിട്ട് കുറേ ആൾക്ക് എന്താവും അവിടെ സംശയം വരും. ഇത് ചെല്ലുടെ എന്തിനല്ലെങ്കിൽ ജമ്മുൽ ജവാമിയിലെല്ലാം ഞമ്മ ഓദ്യവറാണ്. അക്കല്ല് അക്സറിനെ നഫി ചെയ്യൂല. അക്കല്ല് അക്സറിനെ ഫിഖിൻ്റെ കിതാബിലൊരു കായികയാണത്. നിങ്ങളെ കീസലി 1000 റുപ്യൻ്റെ പൈസ ഉണ്ട് ഉസ്താദിൻ്റെ കീസലി. ഞാൻ ഉസ്താദിൻ്റെ കേട്ടു, ഉസ്താദ് നിങ്ങളുടെ കീസൽ എത്ര പൈസ ഉണ്ട് ഉസ്താദ്? നിങ്ങൾ ചെല്ലാൻ 500 രൂപ ഉണ്ടോന്ന്. നേരെ കളവാ നേര്. നിങ്ങളെ കീസിൽ 1000 റുപ്യൻ്റെ പൈസ ഉണ്ടു. ഞാൻ കേട്ട് കീസിൽ പൈസ എത്ര ഉണ്ടോന്ന്? 500 റുപ്യ ഉണ്ടെന്ന്. അത് നേര് കളവല്ല. അങ്ങനെ ചിലപ്പോൾ ചെല്ലേണ്ടി വരൂ. ഇല്ലെങ്കിൽ എല്ലാം കേട്ടെന്നോ എല്ലാം കേട്ട് നമുക്ക് കൊടുക്കല്ലേ, ചെല്ലേണ്ടി വരൂ. എൻ്റെ 500 റുപ്യ മാത്രമേ കീസിലുണ്ടെങ്കിൽ ചെല്ലെങ്കിൽ കളവായി. 1000 റുപ്യ ഉള്ളതാ, എത്ര പൈസ ഉണ്ട്? എൻ്റെ 500 റുപ്യ ഉള്ള കളവല്ല എന്നതുപോലെ അവിടെ ഈ അക്കല്ല്, അതായത് 1000 റുപ്യ ഉള്ള ആൾ എൻ്റെ കീസിൽ 500 റുപ്യ ഉണ്ട് ചെല്ലെങ്കിൽ ഈ അക്കല്ല് അക്സറിനെ നഫി ചെയ്യല, 1000 റുപ്യ ഇല്ല എന്ന അർത്ഥത്തിലേക്ക് കിട്ടല. എന്നതുപോലെ 25
ദർജ ഉണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് 27 ദർജ ഇല്ല എന്ന് ഹദീസിന് അർത്ഥം കിട്ടൂല. 27 ഉണ്ട് എന്ന് ചെല്ലത് കൊണ്ടിട്ടോ അതിൽ 25 ഉണ്ട്, 20 ഉണ്ട്, 10 ഉണ്ട്. അക്കല്ലിന് ഒരിക്കലും ഇല്ലാതാക്കലല്ലേ. മൊത്തത്തിൽ അങ്ങനെ മനസ്സിലാക്കും. കുറേ തൈവീലുണ്ട്. അതിൻ്റെ ഒരൊറ്റ തൈവീൽ ചെയ്യുമ്പോൾ തന്നെ ക്ലാസ്സിൻ്റെ ടൈം തീരും. വേറെ ഇമാമിങ്ങളിൽ നല്ല അഭിപ്രായം ചെയ്യരുത്. കാരണം രണ്ടും ഹദീസ് സഹിയായത് കൊണ്ടിട്ട്. ഇനി ഈ ദർജ ചെന്നെങ്കിൻ്റെ ദർജ 27 ദർജ എന്നല്ലേ ഈ ദർജ ചെന്നെങ്കിൻ്റെ ഐസ്വലാത്തൻ, അതിൻ്റെ വ്യാഖ്യാനം ഐസ്വലാത്തൻ. ഒരു സുബ്ഹി നിസ്കാരം ജമാഅത്തായി നമസ്കരിച്ചാൽ 27 പ്രാവശ്യം സുബ്ഹി നിസ്കരിച്ച പ്രതിഫലം അവനുക്കുണ്ട് എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ സുബ്ഹി നിസ്കാരത്തിൽ 2 റുക്കു ആണ്. ഒരു റുക്കു ചെയ്യുമ്പോൾ 27 പ്രാവശ്യം റുക്കു ചെയ്ത പ്രതിഫലം, രണ്ടാമത്തെ റുക്കു ചെയ്യുമ്പോൾ 27. അപ്പോൾ സുബ്ഹി നിസ്കാരം ഞമ്മ ഔത്ത് നിസ്കരിക്കടേ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കടേ, ആ നിസ്കരിക്കുമ്പോൾ ഒരു റുക്കു ചെയ്യുന്ന ഒരേ റുക്കുവിൻ്റെ പ്രതിഫലം, ഒരേ റുക്കു ചെയ്തണക്ക്. നേരെ മറിച്ചിട്ട് പള്ളിയിൽ പോയിട്ടോ അല്ലെങ്കിൽ ഔത്ത് പെഞ്ഞായിക്ക് മക്കൾക്ക് ഇമാം നിന്നിട്ട് നിസ്കരിച്ചെങ്കിൽ ആ ഒരൊറ്റ സുബ്ഹി നിസ്കാരം കൊണ്ടിട്ട് 54 റുക്കൂ ചെയ്ത പോലെയായി. 54 റുക്കൂ. സുബ്ഹാനല്ലാഹ്. 4 സുജൂദുണ്ട് സുബ്ഹി നിസ്കാരത്തിൽ. ഒരു സുജൂദ് ചെയ്യുമ്പോൾ 27 സുജൂദ്. അങ്ങനെ 54 108 പ്രാവശ്യം ഒരു ജമാഅത്തിൽ പോയിട്ട് സുബ്ഹി നിസ്കരിച്ചെങ്കിൽ 108 പ്രാവശ്യം സുജൂദ് ചെയ്ത പ്രതിഫലം. ആരെങ്കിലും ജമാഅത്ത് വിടുവാറുള്ളൂ ധർമ്മത്തിൽ കിട്ടേ. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇത് സുബ്ഹി നിസ്കാരത്തിൽ ജമാഅത്തായിട്ട് നിസ്കരിച്ചെങ്കിൽ 108 പ്രാവശ്യം സുജൂദ് ചെയ്ത പ്രതിഫലം. എന്നെങ്കിൽ ളുഹറിലോ 108 216 പ്രാവശ്യം ഒരു ളുഹർ നിസ്കാരത്തിൽ സുജൂദ് ചെയ്ത പ്രതിഫലം. 100 റുക്കുവിനോ 108 പ്രാവശ്യം റുക്കു ചെയ്ത പ്രതിഫലം ളുഹർ നിസ്കാരത്തിൽ. ഇപ്പൊ ദർജ ചെല്ലെങ്കിൽ ഒന്നും തൈത്ത ദർജ എന്ന് വെച്ചെങ്കിൽ ഐസ്വലാത്തൻ 27 പ്രാവശ്യം നിസ്കരിച്ച്. സുബ്ഹാനല്ലാഹ്. ഒരു ഫാത്തിഹ ഓതുമ്പോൾ 27 പ്രാവശ്യം ഫാത്തിഹ ഓതിന്റെ പ്രതിഫലം, ഒരു സൂറത്ത് ഓതുമ്പോൾ 27 പ്രാവശ്യം സൂറത്ത് ഓതിയ പ്രതിഫലം, ഒരു സുബ്ഹാനല്ലാഹ് സുബ്ഹാന റബ്ബിയൽ ആല എന്ന് ഒരിക്കൽ ചെല്ലുമ്പോൾ 27 പ്രാവശ്യം ചെല്ലിയ പ്രതിഫലം. ഇങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ ഈ ഹദീസിൻ്റെ മഹത്വം അപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പോഴാണ് ജമാഅത്തിൻ്റെ ആ ഒരു ഗുണം ചെറിയൊരു പ്രവൃത്തി കൊണ്ടിട്ട് കിട്ടുന്ന പ്രതിഫലം ചിന്തിച്ചെങ്കിൽ പള്ളിക്ക് പോയില്ലെങ്കിലും ഇനി ഞാൻ ഔത്ത് പോയിട്ട് ഒറ്റ നിസ്കരിക്കാലോ ഉസ്താദ്. ഇനി ഔത്ത് പോയെങ്കിൽ എൻ്റെ പെഞ്ഞായിരങ്ങ് മാമുമാക്കിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് നിസ്കരിക്കുക. ഈ 108 പ്രാവശ്യം റുക്കൂ ചെയ്യുന്നതിൻ്റെ പ്രതിഫലം എന്നൊക്കെ ധർമ്മത്തിന് കിട്ടുമ്പോൾ ഞാൻ ധർമ്മത്തിന് വിട്ടല്ലേ. അപ്പം നിങ്ങൾ കേൾക്കട്ടെ, പെഞ്ഞായിയുടെ മാമുമാക്കിയിട്ടെങ്കിൽ ഞാൻ നിസ്കരിക്കട്ടെ. പെഞ്ഞായി മാമുമാകുമ്പോൾ എവിടെ നിൽക്കേണ്ടത്? അതൊരു മസാല എല്ലാവരും പഠിച്ചു വെക്കണം. ഔത്തു ഉമ്മയുമൊക്കെ ഇമാം ജമാഅത്തായിട്ട് നിസ്കരിക്കുവാറ്. ഇല്ല മാപ്പിളയും പെഞ്ഞായി ഇമാം ജമാഅത്തായിട്ട് നിസ്കരിക്കുവാറ്. മാപ്പിളയും പെഞ്ഞായി ഇമാം മാമുമായിട്ട് നിസ്കരിക്കുമ്പോൾ പെഞ്ഞായി ഇവിടെ നിൽക്കണോ? വലത്തെ ഭാഗത്താ ഇടത്തെ ഭാഗത്താ അല്ല പിറവല? നേരെ പിറവൽ നിൽക്കണം. മാപ്പിള്ള നേരെ പിറവൽ നിൽക്കണം. ഇനി അങ്ങനല്ല, ഉമ്മയും മോളും ഇമാം ജമാഅത്തായിട്ട് നിസ്കരിക്കണം. ഉമ്മയും മോളും, ഉമ്മ ഇമാമും മോള് മാമും അവിടെ നിൽക്കണു. എവിടെ? രണ്ടും പെണ്ണ്. മാപ്പിള ഇമാമു അല്ലെങ്കിൽ അബ്ബ ഇമാമു എന്നെങ്കിൽ പെണ്ണ് നേരെ പിറവൽ നിൽക്കണം. നിങ്ങൾ ചെന്നാറ് ഉമ്മ ഇമാമും മോള് മാമും എങ്കിലും മോളെ എവിടെ നിൽക്കണം? നേരെ പിറവിൽ നിൽക്കണ, അല്ലെങ്കിൽ ഒട്ടിക നിൽക്കണ, അല്ല വലത്തെ ഭാഗത്ത് നിൽക്കണ,
അല്ല അടുത്ത ഭാഗത്ത് നിൽക്കണം. ഇവിടെ എന്ത് മനസ്സിലാക്കിയിടാറ്? അത് തുമ്മ മക്ക നിസ്കരിക്കിടാറല്ലോ ഒത്തു എങ്ങനെ നിൽക്കിടാറ്? അത് ആണുങ്ങളെ പോലെ തന്നെ. ആണുങ്ങൾ രണ്ടാൾ നിൽക്കുമ്പോൾ എങ്ങനെ നിൽക്കട്? ഇമാം നിന്നെങ്കിൽ വലത്ത് ഭാഗത്ത് ഒരാളുണ്ടെങ്കിൽ എന്നതുപോലെ പെണ്ണ് മാത്രമാണെങ്കിൽ ഇമാം ഒരു പെണ്ണ് മാമും ഒരു പെണ്ണ് എങ്കിൽ വലത്തെ ഭാഗത്ത് നിൽക്കണം. ആണുങ്ങൾ നിൽക്കുമ്പോൾ വല നിൽക്കടെ. രണ്ട് പെണ്ണാണെങ്കിൽ ആണുങ്ങളെ ഇഷ്ടമോ? ഒന്നും ആണും ഒന്നും പെണ്ണാകുമ്പോഴാണ് പ്രശ്നം വേണ്ടേ. ഇതവിടുത്തെ ഒരു ഇടയിൽ ഞാൻ ചെന്നപ്പം ഒരു ജമാഅത്തിന് വേറെ നമ്മളെ ജമാഅത്തിൻ്റെ വിഷയം ചെല്ലണം കൊണ്ടു. അപ്പോൾ ഒരു ചോദ്യം അവിടെ, ഉസ്താദ് എൻ്റെ അബ്ബ ഇമാം നിന്നൊരു ഉമ്മ മാമുമായിട്ട് ബലത്തെ ഭാഗത്തുണ്ടു, നാണ് പോയ ആണ് ഞാൻ ഇപ്പോൾ അവിടെ നിൽക്കണു. ഉമ്മനെ പിറാക്കിയിട്ട് ഉമ്മൻ്റെ പക്കത്തിൽ ഞാൻ നിൽക്കണ, അല്ല ഉമ്മ നിന്നാടൻ നിൽക്കട്ടെ ഞാൻ പിറവ് നിൽക്കണ, അല്ല ഉമ്മക്ക് സപ്പായിട്ട് നിൽക്കണ? എന്താക്കടെ എന്താക്കിയിട്ടാ നിങ്ങൾ അങ്ങനെ അനുഭവം പൊരിൽ അനുഭവിച്ചിട്ടില്ലേ? പല്ലിമാം ജമാഅത്താക്കൊരു കാരണം മൊയിലാക്കന്മാരെല്ലാവരും ഇത് ലൈവിൽ മുണ്ടുമ തേടി ആവും. ഞങ്ങൾക്കത് വേണ്ട, ലൈവ് വേണ്ട. ഇത് എന്താ ചെല്ലുകിൽ ഞാൻ എപ്പോഴും പള്ളിയിൽ ജമാഅത്ത് എപ്പോഴും 128 എല്ലാം കൂടി സമ്പതിക്ക് ഔത്തും പോയിട്ടാകുമ്പോൾ ജമാഅത്ത് പോകുന്ന കഷ്ടമാവിടല്ലേ? ചിലപ്പോൾ ഔത്ത് നിസ്കരിക്കണവരല്ല അധികവും. കാരണം നമ്മൾ എല്ലാ കൂലി ഞങ്ങൾക്ക് സ്വർഗത്തിലെല്ലാം ഞങ്ങൾക്ക് കിട്ടിയെങ്കിലും ബാക്കിയുള്ളവർ കുറച്ച് കിട്ടട്ടെ. പെണ്ണുങ്ങൾ നിന്നിടാറ് ആരാണെങ്കില്ല ഇമാമിൽ നിന്ന് പെണ്ണുങ്ങൾ നിന്നാറ്. പിന്നെ ഒരു 10 ആണുങ്ങൾ വന്നു അവരോട് ആ പെണ്ണുങ്ങളെ പെറാക്കിയിട്ട് ഒരു എതിർ നിൽക്കണ, അല്ല അവരെ ചുരുൾ നിൽക്കണം. നിൽക്കേണ്ട ദിവസമല്ലേ കീടാക്കളോ? കീടാക്ക ഫസ്റ്റ് നെക്സ്റ്റ് നിൽക്കണു, കീടാക്ക ഫസ്റ്റ് നിൽക്കണു നിന്നിട്ടുള്ളാര്. മദ്രസ വിട്ടു മക്കെല്ലാം നിന്നിടാറ്. ചെറിയ മക്ക മക്ക നിന്നെങ്കിൽ പിറാക്കണമെന്നില്ല. അവർ നിന്നിട്ടുണ്ടെങ്കിൽ പിറവ് നിൽക്കണമെന്നില്ല. അവിടെ നിൽക്കിടാറ് നമ്മൾ പിറവ് നിൽക്കുന്നതിന് മുന്നെയാണ് അല്ല. പെണ്ണുങ്ങെങ്കിലോ ഇൻഷാ അള്ളാഹ് വിശദീകരിക്കാം. പെണ്ണുങ്ങൾ അങ്ങനെ നിന്നെങ്കിലോ പല അഭിപ്രായമുണ്ടായി. അപ്പോൾ ഞാൻ ചെന്ന് അപ്പോൾ ഒരു സുബഹി നിസ്കരിക്കൽ കൊണ്ട് കിട്ടുന്ന പ്രതിഫലം, ജമാഅത്തായിട്ട് നിസ്കരിച്ചും കിട്ടുന്ന പ്രതിഫലം മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതിൻ്റെ ദർജൻ്റെ അർത്ഥം എന്തെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരൊറ്റ കിടാവും ഇമാം ജമാഅത്ത് ബുടല. ഇനി അപ്പോൾ ഇമാം ജമാഅത്തിൻ്റെ വിഷയം അങ്ങനെയാണ്. വലിയ പ്രതിഫലമുള്ളത് ദർജൻ്റെ അർത്ഥം പഠിച്ചോ, അതിൻ്റെ പ്രതിഫലം പഠിച്ച അങ്ങനെയുള്ള ഇമാം ജമാഅത്ത് ഫറള് കിഫയാണത്. ഫറള് കിഫയാണ്. ഈ ഫറള് കിഫ മയ്യത്ത് നിസ്കാരം ചെറിയൊരു കിടാവ്, ആണ് കിടാവ് നിസ്കരിച്ചും ഫറള് കിഫ വീഴുന്നു. ചെറിയൊരു കിടാവ് മയ്യത്ത് നിസ്കരിച്ചും കണ്ടാവുള്ളൂ. പ്രായത്തിൽ എല്ലാവരും കുറ്റത്തിൽ നിന്ന് ഒഴിവാകുന്നത്. ഈ ആചാരം എനിക്ക് 2-3 വിഷയമുണ്ട്. ഭാര്യ കുസിയായിട്ട് അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യത കൊടുക്കട്ടെ. ഞാൻ ഇന്ന് കണ്ട 2-3 വിഷയങ്ങൾ ചെന്നിട്ടാകുമ്പോൾ ഭാര്യ കുസിയായിട്ട് സുന്നത്ത് ജമാഅത്തിന് ഖിദ്മത്ത് ചെയ്യാൻ അള്ളാഹുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഇവിടെ പള്ളിയിൽ ബാങ്ക് കൊടുത്തു. പള്ളിയിൽ ഇമാം ജമാഅത്ത് ഫർള് കിഫല്ലേ, ബാങ്ക് കൊടുത്തു. മുദരിസ് ഉസ്താദ് കൊണ്ടു പ്രായപൂർത്തിയാവത്ത ഒരു കിടാവ് മുത്തായിരുന്നു. 1 മാത്രമല്ല റജ കൊടുത്തുള്ളൂ.
പ്രായപൂർത്തിയാവാത്ത ഒരു കിടാവുണ്ട്. ആ കിടാവും മുദരിസ് ഉസ്താദ് ഖത്തീബും നിസ്കരിച്ച് ഫർള് കിഫ വീടുക, പ്രായത്തെങ്ങ കുറ്റത്തിൽ രക്ഷപ്പെടുവാറാ? വളരെ ചിന്തിക്കേണ്ട വിഷയമാണത്. മയ്യത്ത് നിസ്കാരം കിടാക്കളെ കൊണ്ട് ഫർള് വീടുകയാണെങ്കിൽ 4 കാര്യത്തിൽ മതിയാന്നില്ല കിടാക്കല്ല. ഒന്ന് സ്വലാത്തുൽ ജമാഅത്ത് നിസ്കാരത്തിൽ വെറും 2 ചെറിയ മക്ക പള്ളിയിൽ പ്രായപൂർത്തിയാവാത്ത നിസ്കരിച്ചെങ്കിൽ ഫർള് കിഫ വീടൂല. നാട്ടുകാർ എല്ലാവരും ആണും പെണ്ണും കുറ്റത്തിലാവാറ്. അതേപോലെ തന്നെ ഹജ്ജ് വർഷത്തിലൊരുക്ക ഹജ്ജ് അവിടെ നടക്കൽ കഡ്ഡായിട്ടിക്കട്, ഹജ്ജ് നടക്കൽ കഡ്ഡായിട്ടിക്കട്. അത് വെറും മക്ക പ്രായപൂർത്തിയാവാത്ത മക്ക മാത്രം ഹജ്ജ് ചെയ്താൽ ആ ഫർള് കിഫ വീടൂല. അതേപോലെ ഉംറ, അതേപോലെ സലാം കൊടുത്തെങ്കിൽ 10 ആണുങ്ങളുള്ളാറ്, 10 പ്രായപൂർത്തിയാവാത്ത മക്ക ഉള്ളാറ്. അസ്സലാമു അലൈക്കും ഞാൻ ചെന്ന് നിങ്ങൾ ആരെയും ജവാബ് ചെല്ലില്ല. ഈ ചെറിയ മക്ക മാത്രം 10 മക്ക മാത്രം അലൈക്കും സലാം ചെന്നാറ്. ഫർള് കിഫ വീടല. ഈ ബാക്കിയുള്ള 10 ആളും കുറ്റക്കാരായി. ഈ 4 കാര്യത്തിൽ ചെറിയ മക്കളെ കൊണ്ടിട്ട് എന്താവല്ല ഫർള് കിഫ. അതുകൊണ്ടിട്ട് പള്ളിയിൽ ഇമാം ജമാഅത്ത് നടക്കൽ നിർബന്ധമായ പള്ളിയിൽ ഇമാമുകളും ഖതീബുകളും അതേപോലെ തന്നെ മഹല്ലി കമ്മിറ്റി ഭാരവാഹികളും മദ്രസയിലേക്ക് ആ പള്ളി ദർസ് റജ കൊടുക്കുമ്പോൾ ആ ഒരു ശ്രദ്ധ കമ്മിറ്റി ഭാരവാഹികൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പെരുന്നാളിൻ്റെ റജയ്ക്ക് പോകുന്ന സന്ദർഭത്തിൽ ചിലപ്പോൾ പള്ളിയിൽ അന്ന് ജമാഅത്ത് ഉണ്ടാവൂല. വെറും മുക്രി മാത്രമായിട്ടിരിക്കും. അയാൾ ബാങ്ക് കൊടുത്ത് അയാൾ നിസ്കരിച്ചിട്ട് അയാൾ ബാദലിട്ട് അയാൾ പോകണ്ടു. ജമാഅത്ത് നടക്കല. ചിലപ്പോൾ ഒരു വകതിരി പ്രായപൂർത്തിയാവത്ത് കിടാവും ചിലപ്പോൾ ഇക്കല എല്ലാം ചുറ്റിരിക്കുവാറ്. റായത്തങ്ങ എല്ലാം കുറ്റക്കാരാവും. അന്ന് കമ്മിറ്റിക്കാരങ്ങ് പോയിട്ട് അവിടെ ഒരു ജണ്ടാള് ഉസ്താദ് അന്ന് റായത്ത് പോയില്ലെങ്കിൽ പിന്നെ പോണ്ടേ? പെരുന്നാളിൻ്റെ എന്തെങ്കിലും ഒരു ഖതീബും ഒരു മുഅദ്ദിനും അവരൊരു സന്തോഷം കാട്ടാൻ വേണ്ടിയിട്ട് അവർ മക്കൾക്കുള്ള സന്തോഷം നോക്കണക്ക് വേണ്ടിയിട്ട് പോയില്ല കണ്ടെങ്കിൽ എത്ര ബേജാറ് വേറെ ദുനിയാവിലുണ്ടാ. അന്നൊരു സന്തോഷ ദിവസമല്ലേ. അപ്പം അവരെ നമ്മൾ സന്തോഷിപ്പിക്കണം. പെരുന്നാൾ ചെല്ലെങ്കിൽ ഫിത്ർ സക്കാത്ത് കൊടുത്തിട്ടും ഉളിയത്ത് കൊടുത്തിട്ടും സന്തോഷിപ്പിക്കുന്നത് പോലെ ഉസ്താദന്മാരെ മുക്രിനെ മുഅദ്ദിനെ നാട്ടിലേക്ക് കടത്തിയിട്ട് സന്തോഷിപ്പിക്കൽ കമ്മിറ്റി ഭാരവാഹികളുടെ കടമയാണത്. അവർക്ക് കിടാക്കളെ കാണണോ, അവർക്ക് കുടുംബത്തിനെ കാണണോ, അവർക്ക് മക്കളെ കാണണോ? ആ സന്ദർഭത്തിൽ ഒരു പ്രസിഡന്റും സെക്രട്ടറി പോയിട്ടോ അല്ല കമ്മിറ്റിൻ്റെ ആരെങ്കിലും പോയിട്ടോ അന്നത്തെ ഒരു ളുഹുർ ജമാഅത്ത്, അസർ ജമാഅത്ത്, ഇശാ മഗ്രിബ് ജമാഅത്ത് രണ്ടാളെങ്കിലും ആ പള്ളിയിൽ നിർബന്ധമായിട്ട് കമ്മിറ്റി ഭാരവാഹികൾ നിർവഹിച്ചില്ല എന്ന് കണ്ടെങ്കിൽ റായത്തങ്ങ എല്ലാവരും കുറ്റക്കാരാവാർ. അതോടൊപ്പം മുക്രിക്കനും ഖതീബിനെ കടത്തില്ലെങ്കിലോ അവരെ കൽബോടെ കരിഞ്ഞെങ്കിൽ അത് റായത്തേക്ക് ഒരു ബുദ്ധിമുട്ട് തന്നെ. അതും റായത്തേക്ക് ഒരു ബുദ്ധിമുട്ട് തന്നെ. റായത്തേക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ അങ്ങനെ കുറെ കസണ്ടാക്കുന്ന അവിടെ ഉള്ളവർ പിന്നെ അത് അനുഭവിക്കുന്ന കാണുമ്പോൾ ബേജാറാവും. ഉടുകി വീത്തിയത് ഉടകല്ല ബണ്ട കാളുകല്ല ബണ്ടത്. അന്നുപോലും റജ കൊടുക്കാത്ത ചില അവസ്ഥകളുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ടില്ലേ, ഞമ്മ പഠിച്ചതല്ലേ. മയക്ക് തടിയെല്ലാം ചണ്ടി നനയുകയാണെങ്കിൽ ശരീരമാകെ നനയുന്നു എങ്കിൽ കാറ്റി മല ഉണ്ടെങ്കിൽ ജുമ നിർബന്ധമുണ്ടാ? വെള്ളിയാസൻ എന്ന ജുമ കാറ്റി മല ബണ്ട് ഫോണുക്ക് പേടിയാവിടൂ. അവിടെ കമ്പൗണ്ട് വീഴുക, ഇവിടെ മരം വീഴുക, എല്ലാം ചണ്ടി അവിടെ നിൽക്കുന്ന ജുമ ഉണ്ടെന്ന് ജമാഅത്തുക്ക് പോണ്ട. അത്ര അല്ലാഹു തആല ഗുണം ചെയ്തത്. അപ്പുറത്ത് DC എന്തൊരു കൊടുക്കടാ, ആരും സാലക്ക് പോയിരുന്നാന്നിട്ട് എന്നെങ്കിലോ മദ്രസ പുള്ള ചണ്ടി പിടിച്ചിട്ട് ആ സുബ്ബയ്ക്ക് മഗ്രിബ് 1ാം ക്ലാസ്സിൻ്റെ ചളിക്ക് മദ്രസക്ക് 6 മണിക്ക് റജ കൊടുക്കുന്നവരില്ല. ഉസ്താദ്മാർക്ക് കൊടുക്കും ധൈര്യമില്ല. കമ്മിറ്റിക്കാർ ചെല്ലണ്ടേ? കമ്മിറ്റിക്കാർ ശ്രദ്ധിക്കുന്നില്ല അതിൻ്റെ വിഷയം. ജമാഅത്തോ അങ്ങനെയുള്ള മലന്റെ സന്ദർഭത്തിൽ ജമാഅത്തിലേക്ക് പോവൽ സുന്നത്തില്ല. ഔത്ത് സംസ്കരിച്ച് മൈ ജുമാ പോലും അങ്ങനത്തെ സന്ദർഭത്തിൽ നടത്തേണ്ടതില്ല എന്ന് നമുക്ക് ഫിഖ്ഹിൽ അത്രത്തോളം ഔദാര്യം അല്ലാഹു തആല ചെയ്തിട്ടിരിക്കുമ്പോൾ ഒരു മദ്രസക്ക് റജ കൊടുക്കാൻ പോലും
ആ കിടാക്കള 1ാം ക്ലാസ്സിൻ്റെ 2ാം ക്ലാസ് മൊക്കത്തെ ചണ്ടിയായിക്കൊണ്ട് കൊട അയിലപ്പാറിക്കൊണ്ട് കൊട ഈലപ്പാറിക്കൊണ്ട് യാൾ നമ്പര മദ്രസക്ക് കാക്കച്ചി പോലെ പോകുന്ന കാണുമ്പോൾ ബേജാറാവുന്നു. അത് ഉസ്താദന്മാരെ ശ്രദ്ധയിൽ പെടാത്തത് കൊണ്ടിട്ട അല്ല കമ്മിറ്റിക്കാരെ ശ്രദ്ധയിൽ പെടാത്തത് കൊണ്ടിട്ട എന്ന് തിരിയുന്നില്ല. പലരും ഇപ്പോൾ അത് ഇറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരാൾക്ക് റജ കൊടുത്തും ഉസ്താദ് ഔത്തക്ക് പോവാന്ന് പേടിയാവും. റജ കൊടുത്താൽ ഉസ്താദ് ഔത്തക്ക് പോവാന്നിട്ട് പേടിയാവും. അങ്ങനെ കൊടുക്കില്ല. അയാൾക്ക് റജ കിട്ടിയിട്ടില്ല. എന്നിട്ട് മക്കൾക്ക് റജ കിട്ടി, ഉസ്താദ്മാർക്ക് റജ കിട്ടിയിട്ടില്ല. പേടിയാവും. ഇതെല്ലാം കാലഘട്ടത്തിനോട് സമയത്തിനോട് യോജിച്ചിട്ട് ഖതീബന്മാരും മുഅല്ലിമീങ്ങളും കമ്മിറ്റി ഭാരവാഹികളും കാലഘട്ടത്തിൻ്റെയും സമയത്തിനോട് യോജിച്ചിട്ട് ചില പ്രവർത്തികൾ ചെയ്യേണ്ടതുണ്ട്. ഇത് പ്രത്യേക ഞാൻ ഒരു ഓർമ്മയ്ക്ക് ചെല്ലിയതാണ്. ഇത് ഇപ്പം ചെല്ലിയത് ജമാഅത്ത് നടന്നില്ലെങ്കിൽ ഫർള് കിഫായ കൊണ്ട് എല്ലാവരും കുറ്റക്കാരാക്കും എന്നാണ് പറഞ്ഞത്. ആ ജമാഅത്ത് നിർത്തപ്പെടേണ്ടത്, ഈ ജമാഅത്ത് എന്നതും ഈ ജുമാ എന്നതും ഇത് മിൻ ഖസായിസി ആദിഹിൽ ഉമ്മ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖസായിസിൽപ്പെട്ടതാണ്. മുൻകാലത്ത് ഇങ്ങനത്തെ ഒരു ജമാഅത്ത് നിസ്കാരത്തിൽ ഒരു ജമാഅത്തില്ല. മുൻകാലത്ത് ഇങ്ങനത്തെ ഒരു ജുമാ എന്നതില്ല. ഇത് നമുക്ക് അല്ലാഹു ചെയ്ത് വലിയൊരു ഭാഗ്യമാണ്. വെള്ളിയാസം എന്നൊരു പുതിയാമ്പിളണക്ക് നല്ല ഡ്രസ്സ് ഇട്ടിട്ട് പള്ളിക്ക് പോയിട്ട് എല്ലാവരും കണ്ടിട്ടൊരു സന്തോഷത്തിൽ വരിക എന്ന് അതൊരു കുസിയല്ലേ. അതേപോലെ തന്നെ ജമാഅത്തിന് 5 നേരത്ത് പോയിട്ട് പള്ളിക്ക് പോയിട്ട് ഇങ്ങനെ എല്ലാവരും കാണാൻ സംസാരിക്കുക, അതിനത്ര വലിയ കുസി എന്തരമുണ്ടോ? ഇത് ഈ ഉമ്മത്തിന് ചെയ്ത് വലിയൊരു ഔദാര്യമാണ്. ഈ ജമാഅത്ത് ഷിആർ വെളിവാകുന്ന സ്ഥലത്താണ് നിർത്തപ്പെടേണ്ടത്. ഷിആർ വെളിവാകുന്ന സ്ഥലം ചെല്ലെങ്കിൽ ഒരു ഔത്ത് ജമാഅത്താക്കിയ മയ്യാന്ന്. ഇപ്പോൾ ചോദ്യം, ഷിആർ വെളിവാകും ചെല്ലെങ്കിൽ എന്തേ ഒരു ഔത്ത്, ഒരു റായത്തിൽ ഒരു ഔത്തൊരു ജമാഅത്താക്കടെ മയ്യ. ഒരു ടൗണിൽ ഒരു അങ്ങാടിൻ്റെ ഉള്ളിൽ ജമാഅത്താക്കടെ മയ്യ. ഷിആർ വെളിയാവൂടാ, കുറ്റത്തിൽ നിന്ന് ഒഴിവാവാ. എന്താണ് ഷിആർ വെളിയായ സ്ഥലത്ത് ജമാഅത്ത് നിർത്തണം, ജുമാ നിർത്തണം ചെല്ലെങ്കിൽ ഷിആർ വെളിവാടും ചെല്ലെങ്കിൽ എല്ലാ സന്ദർഭത്തിലും അവിടെ പോയിട്ട് തുറന്ന ഒരു സ്ഥലമാണ്. എല്ലാവർക്കും എല്ലാ സന്ദർഭത്തിലും പോയിട്ട് നിസ്കരിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ഷിആർ വെളിവായി. ഒരു പൊരന്, ഒരു വീട്ടിന് അങ്ങനെ പ്രഖ്യാപിച്ചു. ഇവിടെ എപ്പോഴും ആർക്ക് ഏത് സന്ദർഭത്തിലും ഇമാം ജമാഅത്ത് വന്നിട്ട് നിസ്കരിക്കാം, പഠിക്കാൻ സൗകര്യം. അത് എല്ലാവർക്കും അറിഞ്ഞു. അത് എല്ലാവർക്കും അവിടെ ജമാഅത്ത് നടത്താൻ വേണ്ടി നിർണയിക്കപ്പെട്ട സ്ഥലമാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പം അത് മതിയാകും. അല്ലാതെ പള്ളിയിൽ ജമാഅത്ത് നടന്നില്ല, ആചാരം എന്താക്കി പ്രസിഡന്റ്, ഇയാൾ പള്ളിയിൽ ജമാഅത്ത് നടന്നില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരല്ലമ്മ, ഞങ്ങൾ ഔത്ത് ഫാമിലി എന്താക്കി ജമാഅത്താക്കിയിട്ടെങ്കിൽ നാട്ടുകാരെ കുറ്റത്തിന് ഇല്ലാതാക്കാൻ നൽകി ഷിആർ വെളിവാവാത്തൊരു സ്ഥലത്ത് ഇയാൾ ഔത്ത് എന്താക്കി ഇമാം ജമാഅത്താക്കി. അല്ലെങ്കിൽ പള്ളിയിൽ ഒരു പൊരയിലുള്ള നാട്ടിലുള്ള മൊയിലാക്കന്മാർ ഔത്ത് എന്താക്കിയ ഇമാം ജമാഅത്ത് ആക്കിയാറ്, പള്ളിയിലായിട്ടില്ല. ഷിആർ വെളിവായിട്ട് അത് ഇല്ല. ആ ഇത് കൊണ്ടിട്ട് നാട്ടുകാർ കുറ്റത്തിൽ നിന്ന് ഒഴിവാവുകയില്ല. അതാണ് ഷിആർ വെളിവാവുക. ഇനിയിപ്പോൾ ടൗണിൽ ഒരു അങ്ങാടിയിൽ ആക്കിയെങ്കിൽ അവിടെ മദ്യയിൽ എന്ന് ചർച്ച ഉണ്ട്. എങ്കിലും അവിടെ ഷിആർ വെളിവായാൽ മതി എന്നാണ് ഇമാമിങ്ങളെല്ലാം പറയുന്നത്. ഇപ്പോൾ എത്രയോ ടൗണിൽ ചില ഇതിലെല്ലാം നിസ്കാരത്തിൻ്റെ സൗകര്യമാക്കിയിട്ട് വെച്ചിടാറ്. അവിടെ ഷിആർ വെളിയായാൽ അവിടേക്ക് എപ്പോൾ നിസ്കരിക്കാൻ പോകാൻ പിടിക്കാൻ എന്നിട്ടുണ്ടെങ്കിൽ അത് മതിയാവും എന്ന് പറഞ്ഞവരുള്ളവർ. ഇനി ഇതാണ് ഇമാം ജമാഅത്തിൻ്റെ വിഷയം. എന്നിട്ട് അവിടേക്ക് വരട്ടെ. ഖുത്ബയിലേക്ക് ഇങ്ങനെ വരുമ്പോഴേക്കു ഇമാം ജമാഅത്ത് തുടരുന്ന ഏണി വാട വെക്കണു, ഏണി വാട വെക്കാൻ പായാല എല്ലാം ഞങ്ങൾക്ക് എടുക്കാം എന്ന് ചുരുക്കട്ടെ. ഞാൻ സമയം കുറഞ്ഞതുകൊണ്ടിട്ട് ഖത്തീബ് അയാൾ ബാല് വാങ്ങേണ്ടത് ബലത്തെ കയ്യിലാണ്. ബലത്തെ കയ്യിൽ ബാള് വാങ്ങി എന്നിട്ട് അവിടെ തന്നെ ഇടത്ത കൈ കൊടുക്കണം. ഏറുന്നലക്ക് മുന്നേ ഇടത്ത കൈ കൊടുക്കണം. മീതക്ക് ഏറുന്നെ ഇടത്ത കൈ പിടിച്ചോണ്ട്. ഇത് കല്ലൂബി നോക്കിയാൽ കാണാം, ഉമൈറ നോക്കിയാലും കാണാലോ സാധാ.
അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് അപ്പോൾ തന്നെ ഇബ്തിദാ തുലൂഇൻ്റെ സഊദിൻ്റെ ഇബ്തിദായിൽ തന്നെ അത് ഇടത്തെ കയ്യിലാണ് വേണ്ടത് എന്ന് കല്ലൂബിയിലും അമീറയിലും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏറുമ്പോൾ തന്നെ ഇതിനെ പിടിച്ചോണ്ട് പോകണം. എന്നിട്ട് ഇങ്ങനെ കുത്തിയിട്ടാണ് അസ്സലാമു അലൈക്കും ഇടത്തെ കയ്യിൽ. കുറേ ഖത്തീബന്മാർ ഏറും ആ പിടിച്ചനെ അതേ കയ്യിൽ കൊണ്ടുപോയി ബലത്തെ കയ്യിൽ ഇങ്ങനെ കുത്തി പിടിച്ച് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് ചൊല്ലിട്ട് പിന്നെ എടുത്തിട്ട് പുറത്ത് വെച്ചിട്ട് കുത്തുപോകുന്നു ഇവിടുത്തെ കയ്യിൽ പിടിക്കട്ടെ. ഇത് അല്ല അതിൻ്റെ കർമ്മം. ഇനിയിപ്പോൾ അങ്ങനെ പിടിച്ചത് കൊണ്ട് കുത്തുബ സഹിയായിട്ടില്ല എന്നത് ഇനിയിപ്പോൾ അത് ഓൺലൈനിൽ എടുക്കും പേടിയാണ്. ഞങ്ങൾ ആരെങ്കിലും നോക്കിയിട്ട് കുറേ കത്തി വെപ്പെടുക്കട്ടെ കുത്തുബന് ബാള് പിടിച്ചെങ്കിൽ സയ്യാവിടു, ഇടത്തെ കയ്യിൽ പിടിച്ചെങ്കിൽ സയ്യാവിടു, ബലത്തെ കയ്യിൽ പിടിച്ചെങ്കിൽ സയ്യാവിടു, ബാലെ പിടിച്ചിട്ടെങ്കിൽ സയ്യാവിടെ. അതിൻ്റെ ക്രമം, അതിൻ്റെ റൂപ്പം സുന്നത്തായ റൂപ്പം മാത്രമേ ചൊല്ലണ്ടേ. അതാണ് അതിൻ്റെ റൂപ്പം. അങ്ങനെ കുത്തു പോകുമ്പോൾ ബലത്തെ കയ്യിൽ പിടിച്ച്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ തുമഇനീനത്ത്. ഈ തുമഇനീനത്ത് എന്ന് പറഞ്ഞാൽ ബുസുൽ കരീമെല്ലാം നോക്കിയാൽ കാണാം. ഇതിൻ്റെ അർത്ഥം മഅത്തുമൈനീനത്തിൻ്റെയും തൂഫയിൽ പറഞ്ഞതിൻ്റെ ബിത്തുമൈനീനത്തിന് ആയയിൽ പറഞ്ഞതിൻ്റെയും അർത്ഥമെല്ലാം ബുസുൽ കരീം മറ്റുള്ള കിതാബുകൾ അസ്നൽ മത്താലിബ് എല്ലാം നോക്കിയാൽ കാണാം. ബിഖദ്രി തുമഇനീനത്തി, ബിഖദ്രി തുമഇനീനത്തി. തുമഇനീനത്തിൻ്റെ അർത്ഥം ഉസ്താദുമാർ മനസ്സിലാക്കിയിരിക്കുവാർ. എന്ത് ഈ തുമഇനീനത്തില്ലെങ്കിൽ സ്റ്റോപ്പായിട്ട് കംപ്ലീറ്റ് മന്ദാക്കിയിട്ട് വെക്കണമെന്നാ ഞാൻ കേൾക്കട്ടെ. ഞാൻ നിങ്ങളിത് അറിയാൻ ഞാൻ ഇപ്പോൾ കൂലെത്തി സമീ അല്ലാഹു ലിമൻ ഹമീദ സമീ അല്ലാഹു ലിമൻ ചെറുക്കി ഈനെ ഇങ്ങനെ ആക്കിയാൽ സമീ അല്ലാഹു ലിമൻ ആക്കളോട് കൂടി കൈനെന്താ ഇങ്ങനെ ആക്കിയിട്ട് അതിനെ സ്റ്റോപ്പ് ആകുന്ന വടക്ക് പോയി ഞാൻ സുജൂദിൽ പോയി. ഇപ്പം എനിക്ക് തുമൈനീനത്ത് ഉണ്ടായില്ല ഇല്ലതായില്ല. അതാണ് തുമൈനീനത്തിൻ്റെ അർത്ഥം. അല്ല, തുമൈനീനത്തിൻ്റെ അർത്ഥം എന്ത്? സുക്കൂനും ബൈനൽ ഹർക്കത്തൈൻ, സുക്കൂനും ബൈനൽ ഹർക്കത്തൈൻ, രണ്ട് അർക്കത്തിന്റെ ഇടയിലുള്ള സുക്കൂൻ. രണ്ട് അർക്കത്തേത്? ഒന്ന് റുക്കൂഇൽ നിന്നിട്ട് ഇങ്ങനെ വരുന്നൊരു അർക്കത്ത്, രണ്ടാമത് ഓടക്ക് പോകുന്ന അർക്കത്ത്, അതിന്റെ ഇടയിൽ ഒരു ഈ ഇപ്പൊ എന്തായിട്ടില്ല, തുമൈനത്തായിട്ടില്ല. ഇനിയിപ്പോ ഇങ്ങനെ പോയി വന്നിട്ട് നിങ്ങൾ ഈനെ അടിച്ചാൽ ഇത് മുത്തവാലിയായിട്ട് 3 കുറി ആടിയ നിസ്കാരം എന്തായി? ബാത്തിലായി. എന്നല്ലാതെ ആ സന്ദർഭത്തിൽ നിന്ന് 2 കുറി ഇങ്ങനെ അടിച്ചത് കൊണ്ട് നിസ്കാരത്തിന് എന്തായിട്ടില്ല? ബാത്തിലായിട്ട് തുമൈന നഷ്ടപ്പെട്ടിട്ടു ഇല്ല. തുമൈനത്തില്ലെങ്കിൽ ഈ വരുന്നയും പോകുന്നയും ഇതിന്റെ ഇടയിൽ ഒരു സെക്കൻഡ് സുബ്ഹാനല്ലാഹ് ഒരു അനക്ക. ഇപ്പൊ എന്തായിട്ടില്ല? പോക്ക് വരുന്നേ ഈ അനക്ക സ്റ്റോപ്പ് ആയിട്ടില്ല. ഇതാണ് തുമൈനത്തിന്റെ അർത്ഥം. അസ്സുകൂൻ ബൈനൽ ഹർക്കത്തൈൻ, പോക്ക് വരവിന്റെ ഇടയിലുള്ള രണ്ട് അർക്കത്തിന്റെ ഇടയിൽ സുക്കൂൻ എന്നല്ലാണ്ട് ഒരു സമീഅല്ലാഹു ലിമൻ ഹമീദ ഒരു കയ്യെന്ന് ഇങ്ങനെ ആക്കിനോ, കൈ ഇങ്ങനെ ബന്ധിച്ചിട്ട് 3 ആയിട്ടില്ല. 3 ആയി എന്താവും? 2 ആക്കി. ആ 2 ആക്കളോട് കൂടെ എന്താക്കോ? അവൻ തുമൈന എടുത്തില്ല. അവൻ നിസ്കാരം ബാത്തിൽ ചെല്ലുണ്ടോ? ബാത്തിൽ 3 അടിക്കുക മാത്രമേ ഉണ്ടാവൂ. ഇപ്പൊ തുമൈനത്തിന്റെ അർത്ഥം ഉണ്ടായ അതാണ് തുമഇനീനത്തി എന്ന് പറഞ്ഞാൽ അർത്ഥം. എന്നതുപോലെ ഖുത്ബയിൽ മാത്തുമൈനീനത്തി എന്ന് പറഞ്ഞാൽ ആ ഇരിക്കലും എണിക്കലും ആവാൻ പാടില്ല. ഇരിക്കുന്നതൊന്ന് സ്റ്റോപ്പായിട്ട് പിന്നെന്താക്കണം? ആ ഇരിക്കലോട് കൂടി കിതാബെല്ലാം മറിക്കാൻ തുടങ്ങിയോ, ബാൾ അപ്പുറത്ത് വെച്ചോ ഇപ്പുറത്ത് വെച്ചോ അപ്പോൾ എണിച്ചോ. അതുകൊണ്ടിട്ട് തുമൈനീനത്ത് എന്തായിട്ടില്ല? നഷ്ടപ്പെട്ടിട്ടില്ല. ഇത് വലിയൊരു വിവാദമായ പ്രശ്നമാണ്. ഇത് ഇപ്പുറത്തെ ഖത്തീബ് അങ്ങനെ ആക്കുന്നിട്ട് അപ്പുറത്തെ ഖത്തീബിൻ്റെ പോയിട്ട് ഈ മസാല കേട്ടിട്ട് അയാൾക്ക് ഞങ്ങളെ ഖത്തീബിന് തുമൈനീനത്തില്ല അഞ്ചലിട്ട് ഖത്തീബിനെ പിരിച്ചു വിട്ടവരുണ്ട്. ഈ ചെല്ലുന്ന ആൾക്ക് കുറച്ച് അയ്യാൾ വായിക്കൊടുന്നുണ്ടായി. അപ്പം തുമൈനത്ത് അർത്ഥം പിടിച്ചിട്ട് നമുക്ക് അതല്ല തുമൈനത്ത്, അയാൾ ദക്ഷണയ്ക്ക് കിത്താമറിക്കിടുന്നു. എങ്കിലും എല്ലായിടത്തും ഒരു സ്റ്റോപ്പ് ആവലെന്താണ്? സമീഅല്ലാഹു ലിമൻ ഹമീദ ഇങ്ങനെ ആടിച്ചിട്ടുണ്ട്. നീ ആടിക്കാൻ തുമൈന നഷ്ടപ്പെടുന്നില്ല എങ്കിൽ ആടിക്കാൻ തുടങ്ങിയിട്ടുണ്ടാ. സമീഅല്ലാഹു ലിമൻ ഹമീദ ഈനെ നിങ്ങൾ തുമൈനത്താക്കി ഒരു അടക്കിയിട്ടേ പോയി. എല്ലാം ദുഷ്ടം അഹ്വത്ത്. അതാണ്
ഞാൻ തുമൈന് അർത്ഥം ചൊല്ലിയ മാത്രമേ ഇത് ചൊല്ലിട്ടായിട്ട് നാളെ എന്താക്കണ്ട എല്ലാം ആടം നിന്നിരണ്ട, എനിക്ക് അതിനെ ആടിക്കാൻ നിന്നിരണ്ട. അറിഞ്ഞാ എല്ലാവരും ഇഷ്ടം ആക്കലാണ് ഏറ്റവും നല്ലത്. അപ്പം തുമൈനിന് രണ്ട് സുജൂദിൻ്റെ കുത്തുബിൻ്റെ തുമൈനിന് അർത്ഥം കിട്ടിയല്ലേ, അവിടെ എത്ര ദയിക്കണു? കുൽ ഹുവല്ലാഹു അഹദിൻ്റെ ഖദർ ദയിക്കണോ, അത് സുന്നത്ത്. വക്കീല യജിബു, അത് വളരെ മനസ്സിലാക്കേണ്ടതാണ്. കീല യജിബു, ആ അത്ര ഖദർ തന്നെ. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അത് ഓതൽ സുന്നത്താണ്. അത്ര ഖദർ ദയിക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞവരുള്ളത്. അപ്പം അതിന് ഓദ്യങ്ങൾ മാത്രം എന്താ അവിടെ നിങ്ങൾക്ക് അത്ര ഖദർ എന്നിട്ട് നിങ്ങൾക്ക് എന്താ അവിടെ ഗൊന്തവിടെ എന്നെ കുറേ നേരം വിശ്വാസമാക്കിയിട്ട് ഓതണ്ട, ഫാസ്റ്റ് ഓതിട്ട് എണിച്ചെങ്കിൽ അപ്പം സുന്നത്തും കിട്ടി. കീലക്കാരടുക്കൽ എന്തായി, ഈ കീല ആകുമ്പോൾ ഇത് കാണുമ്പോൾ കീല ചെല്ലുമ്പോൾ പേടിയാവും. കീലക്കാരടുക്കലും സഹിയായി, കാലിൻ്റെ അടുക്കലും എന്തായി സഹിയായി. അതുകൊണ്ട് അവിടെ ദച്ചിട്ട് കിതാബ് മറിക്കുന്നില്ല, പിന്നെ ചെറിയൊരു അടങ്ങൽ കിതാബ് മറിക്കുമ്പോൾ തുമൈനെ തിക്കട്ടെ, അത് നല്ലതാണ്. എങ്കിലും ഞമ്മ മുബത്തിലാത്തിൽ പെടുന്ന കാര്യം വിശദീകരിച്ച് മാത്രമേ ഉള്ളൂ. തുമൈനത്തിൻ്റെ അർത്ഥം വെറുതെയല്ലേ, അങ്ങനെ അതായി. അത് പാടില്ല, ഇല്ല. ഇനി അവിടെ കുത്തുബ തീ നിനക്ക് ഇളിയോണും ചെല്ലില്ലേ, ഇവിടെ ഖത്തീബന്മാർ ഉസ്താദ് ഖത്തീബ അല്ലേ, നിങ്ങളിപ്പോൾ ബാങ്ക് തുടങ്ങിയപ്പോൾ ഇളിയിടമ്മ, ബാങ്ക് പൂർത്തിയായതിന് പിന്നെ ഇളിയിടമ്മ, അത് ഓർമ്മ നിൽക്കല അല്ല. ഇപ്പം അയാൾ കേട്ടെങ്കിൽ നമുക്ക് ശ്രദ്ധ, എൻ്റെ കേട്ടെങ്കിൽ ഞാനിപ്പോൾ 27 കൊല്ലം എന്തായിട കത്തീബായിട, നിങ്ങൾ എപ്പം ഇളിഞ്ഞിടപ്പ ഏഴിടപ്പ എന്ന് കേട്ടെങ്കിൽ നക്ക് എന്തിക്കല്ല, അത് അപ്പം ഞാൻ എന്താക്കിനെന്ന് ഇപ്പം ആലോചനാക്കേണ്ടി വരും. ഞാനെപ്പം ഇളിഞ്ഞിടെന്നിട്ട് ആലോചനാക്കേണ്ടി ഇപ്പം വരൂ. ഞാനത് ബാങ്ക് കാമത്ത് കൊടുത്തന്നെ ഇളിഞ്ഞിടമ്മ അല്ലെ, ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ കാമത്ത് കൊടുക്കുമ്പോൾ തന്നെ തുടങ്ങിയപ്പോൾ ഇളിഞ്ഞിടാന്നാൽ ഇപ്പം ആലോചനാക്കേണ്ടി വരൂ. അതൊരു ഖത്തീബന്മാർക്ക് പൈലക്കാണ് ഇങ്ങനെ ഞാൻ വിശ്വാസമാക്കിയിട്ട് ഇട്ടിട്ട് നിങ്ങളിൽ കേൾക്കട്ടെ. ഇത് മസാല ഇങ്ങനെ ചൊല്ലിക്കൊണ്ടെങ്കിൽ എന്താ ശ്രദ്ധ കിട്ടുന്നില്ല. അല്ല, മഹല്ല് നോക്കിയാൽ വളരെ വ്യക്തമായിട്ട് മഹല്ലിൽ ആ ഇബാറത്തുണ്ട്. മിൻഹാജിൽ തന്നെ അതിൻ്റെ ഇബാറത്ത് അതിലേക്ക് സൂചന ഉണ്ട് മഹല്ലിൻ്റെ. അപ്പോൾ കുത്തുബ തീർന്നിട്ട് മുഅദ്ദിന് ഇഖാമത്തിലേക്ക് അല്ലാഹു അക്ബർ തുടങ്ങുമ്പോൾ തന്നെ ഇളിയം തുടങ്ങണോ. കുറേ ഖത്തീബന്മാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരേ അവിടെ കാത്തിരുന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുന്നില്ലെങ്കിൽ അവിടെ വേണ്ട, അങ്ങനല്ല. തുടങ്ങുമ്പോൾ തന്നെ ഇളിയം തുടങ്ങണോ. ആ ഇളിയം തുടങ്ങുന്ന പാസ്റ്റ് ഇളിയോണക്ക് തീരില്ല. പിന്നെ മെല്ലിങ്ങനെ വന്നിട്ട് അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചെല്ലുന്ന സന്ദർഭത്തിൽ ഞമ്മ വാട വേണോ എന്നല്ലാണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുന്ന പിന്നെ ഇറങ്ങുന്നല്ല. ഇത് നിങ്ങൾ മഹല്ല് നോക്കിയാൽ വളരെ വ്യക്തമായിട്ട് അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടിട്ട് ആരെങ്കിലും ശ്രദ്ധ, കാരണം എല്ലാവരും അങ്ങനെ ഇരിഞ്ഞിട്ടിരിക്കുവാറില്ല, ഖത്തീബന്മാരെല്ലാം അങ്ങനെ ഇരിഞ്ഞിട്ടിരിക്കുവാറ്. പക്ഷെ ഇപ്പം കേട്ടെങ്കിൽ ഞാൻ എങ്ങനെ ഏറിയ എപ്പം കയ്യിൽ പിടിച്ചിനപ്പാള് എല്ലാം ഓർമ്മിക്കല. അത് നല്ലൊരു കേട്ടു നക്ക് ഞാൻ നിങ്ങൾ എന്താക്കിയിട്ട് 28 കൊല്ലം എന്നിട്ട് കേട്ടെങ്കിൽ നക്ക് ചിലപ്പോൾ ശ്രദ്ധിക്കല, എപ്പോൾ ബാൾ പിടിച്ചിന് ശ്രദ്ധിക്കല. അത് മസാല ഒന്ന് നോക്കുമ്പോൾ കാണാൻ ശ്രദ്ധ വരുന്നത്. ഇങ്ങനെ ഒരു വസ്വാസാകുമ്പോഴാണ് ശ്രദ്ധ വരുന്നത്. ഇത് കാണുന്ന നിങ്ങൾ പറഞ്ഞു. അങ്ങനെ ഇളിഞ്ഞിട്ടെന്തായി, മിഹ്റാബിലേക്ക് പോയി. സുബ്ഹാനല്ലാഹ്, ചില ആൾക്കാർ അവിടെ മിഹ്റാബിൽ പോയിട്ട് ഉസല്ലി ചൊല്ലിട്ട് കൈ കെട്ടുന്നേ ഇല്ല. ഞാൻ വാടെന്ന് പറയുന്നില്ല, ഒരു ഇപ്പം ഖത്തീബ് അല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ ചില പള്ളിക്കെല്ലാം പോകും. ഞാൻ പിന്നെ ജുമാഅനെ ളുഹറായിട്ട് മടക്കി നിസ്കരിച്ചു. മുആലാത്ത് അവിടെ ഉണ്ടാവില്ല ഞാൻ ഉറപ്പിച്ച്. മുആലാത്ത് വേണമല്ലേ ഈ കുത്തുബിൻ്റെയും നിസ്കാരത്തിൻ്റെ ഇടയിൽ മുആലാത്ത്. കാമത്തൊടുത്തു, കാമത്തിൻ്റെ ദ്വാരുന്ന് ഇങ്ങനെ ആക്കുന്ന കാണുന്നു, ഇങ്ങനെ ആക്കുന്ന കാണുന്നു, ഇങ്ങനെ ആക്കിടെ കാണുന്നുണ്ട് ഖത്തീബു, ഇങ്ങനെ ആക്കിടെ കാണുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്, കൈ കെട്ടുന്ന കാണുന്നില്ല. പിന്നെ ഉസല്ലി ഇങ്ങനെ കൈനെങ്ങനെ ആക്കുന്ന കാണുന്നു, ഉസല്ലി എന്ന് എത്ര നേട്ട്. നമ്മൾ ഈ 2 മിനിറ്റിൻ്റെ കദ്രല്ലേ, 2 റക്അത്ത് നിസ്കരിക്കുന്നതിൻ്റെ കദ്രല്ലേ മുആലാത്തിനോട് വെച്ചത് എന്ന് പറഞ്ഞാൽ ഖുത്ബൻ്റെയും നിസ്കാരത്തിൻ്റെ ഇടയിലുള്ള ടൈം മുആലാത്ത് ആവണമെങ്കിൽ
2 റക്അത്ത് അക്കല്ലായ രൂപത്തിൽ നമസ്കരിക്കുന്ന ഒരു ടൈമോ, ആ ടൈം ഇയാൾ ഉസല്ലിലെ പോയിനി, ഇയാൾ ഉസല്ലിലെ പോയി ആ ടൈമു. അപ്പൊ മൂവാലാത്തില്ല നിസ്കാരം എന്താവല, ജുമാ സയ്യാവല, നിസ്കരിക്കേണ്ടി വന്ന കണക്ക് പറഞ്ഞെങ്കിലോ കുടുങ്ങി. ഇഖാമത്തിന്റെ ദുആ സുന്നത്തുണ്ടോ ഇല്ലേ എന്ന് ഇമാമിങ്ങളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില കിതാബുള്ളത് വേണ്ട എന്ന് പറഞ്ഞവർ ഉണ്ടെങ്കിലും താജുൽ ഫുഖഹാവിനെ പോലത്തെ സർവ്വ പണ്ഡിതന്മാരും അത് സുന്നത്തായതാണ്, അത് പെട്ടെന്ന് ദ്വാരക്കണം എന്ന് പറയുന്ന. അതേപോലെ തന്നെ നിങ്ങളെല്ലാം പ്രശ്നം കേട്ടിട്ടിക്കുവാറ് സബൂ സുബൂബക്കും റഹിമക്കുമുള്ള ചെല്ലേണ്ടെന്നൊരു ചർച്ച വാട്സപ്പിലെല്ലാം പണ്ഡിതന്മാരിൽ നടന്നത്. അത് തുഹ്ഫൻ്റെ വളരെ വ്യക്തമായ ഈ താജുൽ ഫുഖഹാവും സഅദിൻ്റെ കെ ഉസ്താദ് അടക്കമുള്ള കേരളത്തിലുള്ള എല്ലാ AP ഗ്രൂപ്പിലുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരെല്ലാം അത് സുന്നത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് സഫ്, കാരണം യഥാർത്ഥത്തിൽ സഫ് ശരിയാക്കാൻ പറയേണ്ടതിന് വെള്ളിയാസല്ലേ വലിയ ജമാഅത്ത്. സഫ് ശരിയാക്കേണ്ടത് അന്നല്ലേ കൂലി അതിലേക്ക് കിട്ടേണ്ടത്. ജമാഅത്തിൻ്റെ പോലും കൂലി കിട്ടണമെന്ന് ചെല്ലിയവരില്ലേ, ജമാഅത്ത് നടന്നെങ്കിൽ മതിയാവല്ല എന്നിട്ട്. അപ്പം അന്നാണ് യഥാർത്ഥത്തിൽ ഭക്തൽ ദിവസത്തിനേക്കാൾ മുഹിമായിട്ട് പറയേണ്ടത് അന്നാണ് എന്നാണ് താജുൽ ഫുഖഹാഇൻ്റെ എല്ലാം അഭിപ്രായം. അതുകൊണ്ട് ഞമ്മ പരമ്പരാഗതമായിട്ട് അത് പറഞ്ഞുകൊണ്ടുണ്ട്, അതങ്ങനെ പറഞ്ഞുകൊണ്ട് പോവാം. അത് നീട്ടി പറയണ്ട. എല്ലാവരും സഫ് ശരിയാക്കും, അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, ഞമ്മളെ ഭാഷയിലും ഞമ്മളെ ഭാഷ, അല്ലെങ്കിൽ ഹദീസിൽ വാരിദായ വാക്കിനെ അങ്ങനെ ഉദ്ധരിക്കാം. സുഫൂഫക്കും റഹിമക്കുമുല്ലാഹ് അത്ര ചെന്നിട്ട് എന്താക്കുക ബുട, അത് സുന്നത്താണ്. ഇനി അപ്പോൾ അവിടേക്ക് നിസ്കാരത്തിലേക്ക് എത്തി കൈ കെട്ടുമ്പോൾ എല്ലാ ഖത്തീബന്മാരും പെട്ടെന്ന് കൈ കെട്ടണം. അവിടെ ഉസല്ലിന്നായിക്കൊണ്ട് ഇക്കണ്ട. ഇനി കൈ കെട്ടിയിട്ട് ഇനി നിൽക്കുന്ന വിഷയമാണ്. ഞാൻ മുപ്പാട്ട് പറഞ്ഞതുപോലെ ഒരു ഇമാമ് നിൽക്കുമ്പോൾ ഒറ്റക്കാണെങ്കിൽ വലത്തെ ഭാഗത്ത്, പിന്നെ ഒരാൾ വന്നെങ്കിൽ ഇടത്തെ ഭാഗത്ത് അല്ലേ. അപ്പം ഞാൻ കേട്ട് ഒറ്റക്ക് വന്ന ആൾ വലത്തെ ഭാഗത്ത് നിന്നറ്, പിന്നെ രണ്ടാൾ വന്നെങ്കിൽ വാട നിൽക്കണമെന്നോ നിങ്ങൾ മനസ്സിലാക്കിയിട്ടാറ്. കുറേ ചൊല്ലാറ് പിന്നെ രണ്ടാൾ വന്നെങ്കിൽ ഒരാൾ കൈ കെട്ടിട്ട് അവിടെ വലത്തെ ഭാഗത്ത് ഇടത്തെ ഭാഗത്ത് കൈ കെട്ടിട്ട് കൈ കെട്ട് അവിടെ രണ്ടാൾ എന്നോട്ട് പിറ ബർട്ട് വന്നുള്ള നെയ്യാൾ എന്താക്കട്ട് അങ്ങനെ കുറേ ആൾ കേട്ടെങ്കിൽ അങ്ങനെ ചൊല്ലുവാറ്. കേട്ടെങ്കിൽ കുറേ ആൾ ചൊല്ലുവാറല്ല, രണ്ടാളും ഇടത്തെ ഭാഗത്ത് കേട്ടിട്ട് പിന്നെ 3 ആൾ ഒട്ടിക പിറ ബർട്ട് അങ്ങനെ ചെല്ലല്ലേ. നിങ്ങൾ കേട്ടെങ്കിൽ എന്ത് ചൊല്ലുവാറ്? നിങ്ങൾ ചൊല്ലണോ ഫത്തുൽ മോയിനിൽ രണ്ട് അഭിപ്രായം ചെന്നറേ. ഒരുത്തം വന്നെങ്കിൽ വലത്തെ ഭാഗത്ത്, പിന്നെ ഒരുത്തം വന്നെങ്കിൽ ഇടത്തെ ഭാഗത്ത്. അതിൻ്റെ ശേഷം പറയുന്ന ഔ റജിലാനി ഔ റിജാലുൻ ഔ റജിലാനി ജാആ മഅൻ ഔ റിജാലുൻ ജാഊ മഅൻ. ഈ ജാആ മഅൻ ജാഊ മഅൻ ചെല്ലുമ്പോക്കൂ അവിടെ ഒരുത്തം ഉള്ളനെ ഇളക്കിയിട്ടല്ല, അവിടെ ഒരുത്തമുള്ള വലത്തെ ഭാഗത്ത് ഒരുത്തമുള്ള. അതിൻ്റെ ശേഷം രണ്ടാൾ വന്നെങ്കിൽ അവർ ഹൽഫിലെ നിൽക്കണോ. രണ്ടാൾ വന്നെങ്കിൽ ഹൽഫിലെ നിൽക്കണോ. ഹൽഫിൽ അങ്ങനെ ഇമാമിനെ നേരെ ബദിയെന്ന് ഒരുത്തനും പിന്നെ ഇടത്തെ ഭാഗത്ത് നിൽക്കണം. ഒരു കൈ കെട്ടിയത് പിന്നെ ഈ ഒരു മുന്നെന്ന് കുന്തം ബദിയൊക്കെ നല്ല പറഞ്ഞു വരട്ടെ. അപ്പൊ സപ്പ് 3 ആളുണ്ടെങ്കിൽ അങ്ങനെ സപ്പ് കിട്ടണ്ടേ, അത് മനസ്സിലാക്കണം. 2 ആളുണ്ടെങ്കിൽ ഇമാമിനെ എപ്പോഴും വസ്തിലാക്കണം. ഇമാമിനെ എന്താക്കണം? വസ്തിലാക്കണം. അപ്പൊ കുറെ ആള് അവിടെ വലിയ പ്രശ്നമാക്കുന്നതായിരിക്കും. മിഹ്റാബ് ഞങ്ങളുടെ പള്ളിന്റെ മിഹ്റാബ് ആണുങ്ങൾക്ക് നോക്കുമ്പോൾ വലത്തെ ഭാഗത്തേക്ക് യാറുണ്ട്, ഇടത്തെ ഭാഗത്ത് കോറോടി ഉണ്ട്, അല്ലെങ്കിൽ ഇടത്തെ ഭാഗത്തേക്ക് യാറുണ്ട്, വലത്തെ ഭാഗത്ത് കോറോടി ഉണ്ട്. അപ്പൊ ഇമാം വസ്തിലാന്നില്ലേ ആന്നില്ലല്ലേ എന്ന് ചർച്ച ഉണ്ടായില്ലേ. നീ ഉള്ളാളത്തേക്ക് പോയെങ്കിൽ ഉള്ളാളത്ത് മീറാബോടുള്ളോ പള്ളിനെ നടുവത്തുണ്ട്, ഉള്ളത്തെ പള്ളിൻ്റെ അതിൻ്റെ സപ്പോർട്ടുണ്ട് പുറത്തോളം വരുന്ന മക്കാബിൻ്റെ വരുന്ന. അപ്പോൾ അവിടെ ആരുണ്ടോ ഇമാം വസ്തിലാന്നാ. എന്താണ് ഈ വസ്തിൻ്റെ അർത്ഥം? ഇമാം വസ്തിലാവുമെങ്കിൽ മീറാബ് വസ്തിലാക്കൽ അർത്ഥമാ? ആക്കൽ നല്ലത്, പള്ളിൻ്റെ മിഹ്റാബ് മധ്യത്തിൽ ആക്കൽ നല്ലത്, അതിന് സൗകര്യം മുന്നിലാക്കൽ. പക്ഷെ ഇമാം ജമാഅത്തിന്റെ വാബിൽ ഇമാം വസ്തിലാവുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്ത്?
രണ്ടാൾ വന്നാൽ ഇമാമ് മധ്യത്തിലാവണം എന്ന് പറഞ്ഞാൽ ഇത് ഇമാം നിൽച്ചോളി, ഇത് ഇമാമാണ്. ആ ഇമാമിനെ മധ്യത്തിലാക്കലങ്ങനെ ഞാനിതിങ്ങനെ എൻ്റെ പാതി ഇമാമിലേക്ക് കിട്ടണം, ഇപ്പോഴത്തെ പാതി ഇമാമിലേക്ക് കിട്ടണം. അപ്പോൾ ഇമാം എന്തായി? അതാണ് ഇമാം വസ്താക്കം. നിന്നുകൊണ്ട് അങ്ങനെ പോകുന്നു. അല്ലെങ്കിൽ മൂന്നാൾ വന്നെങ്കിലോ മൂന്നാം ഒറ്റ നടുവൊക്കെ അവരെ ഫുള്ള് ഇമാമിൻ്റെ പിന്നെ അപ്പുറത്ത് ഇപ്പുറത്ത് ഇമാം എന്തായി? വസ്തിലായി. ഇതാണ് ഇമാമിനെ നിൽക്കുന്നവർ വസ്തിലാക്കണം എന്നല്ലാണ്ട് ഇമാം പോയിട്ട് വസ്തിൽ നിൽക്കണമെന്നല്ല. ഇമാം പോയിട്ട് പള്ളിന്റെ വസ്തിൽ നിൽക്കണമെന്നല്ല. ഞാൻ പറയട്ടെ, പള്ളിയിൽ ഇമാം ജമാഅത്ത് കഴിഞ്ഞതിന് ശേഷം പള്ളിയിൽ ഒരു മൂലക്ക് ഉസ്താദ് നിസ്കരിച്ചിട്ടുണ്ട്. ഈ മൂലക്ക് ഞമ്മ 10 ആള് പോയോ, അയാളോട് ഇമാം ജമാഅത്ത് നിസ്കരിക്കുന്നുണ്ട്. ഇപ്പുറത്ത് 2 ആൾക്ക് നിൽക്കണമെങ്കിൽ സൗകര്യമുള്ളൂ, ഇപ്പുറത്ത് 8 ആൾക്ക് നിസ്കരിക്കുന്ന സൗകര്യമുണ്ട്. അല്ലെങ്കിൽ അപ്പുറത്ത് 8 ആൾക്കുണ്ട്, ഇപ്പുറത്ത് 2 ആൾക്കുള്ളൂ. ആ മൂല നിസ്കരിക്കുന്ന ഇമാം അപ്പുറത്ത് 2 ആൾക്ക് സൗകര്യമുള്ള അപ്പുറത്ത് ഇപ്പുറത്ത് 8 ആൾക്കുണ്ട്. ഇമാം വസ്തിലാണാ? ആണില്ല. അവിടെ എന്തല്ല, ഇമാമിനെ വസ്തിലാക്കണം ചെയ്തെങ്കിൽ നമ്മ നിൽക്കുമ്പോൾ വസ്തില് ആവണം ഇമാം. അതിന് പിന്നെ സൗകര്യം പോലെ തുടക്കത്തിൽ നിൽക്കുമ്പോൾ വസ്തിലാക്കണം, അതിന് അവിടെ നിൽക്കുന്ന സൗകര്യം പോലെ സപ്പ് പൂർത്തിയാക്കി പോകണം. ഇമാം ഫസ്റ്റിലേ വന്നിട്ട് പള്ളിന്റെ നടുവത്തെ നിൽക്കണം എന്നല്ല അർത്ഥം. പറഞ്ഞ അതുകൊണ്ടിട്ട് മീറാബ് കുറച്ച് അങ്ങനെ ആക്കണമെന്ന് പറഞ്ഞല്ല. എനിക്ക് പള്ളി കെട്ടുമ്പോൾ കറക്റ്റ് നടുവും മധ്യത്തിന് മീറാബ് എന്താക്കണം, വെക്കണം. അതിന്റെ സൗകര്യം ഞാൻ ആക്കണം. എന്താണ് നമ്മളെ കടമയാണ്. അവസ്ഥയിലായില്ലെങ്കിൽ കൂലി അത് അതിന്റെ വിഷയം ചെല്ലുന്നു. അതുണ്ട്, അതിന്റെ വിഷയത്തിലേക്ക് എത്താൻ വേണ്ടി. അപ്പൊ ഇങ്ങനെ ആയില്ലേ ഇനി. അപ്പൊ ഇപ്പൊ നിങ്ങൾ ഈ മസാല കിതാബ് ഇതാണല്ലോ പണ്ടിന്ന് പിന്നെ എല്ലാവർക്കും ചർച്ചയിൽ ഉണ്ട്. ഒരുത്തം വന്നെങ്കിൽ വലത്തെ ഭാഗത്ത് നിൽക്കണം ചെല്ലിന്, പിന്നൊരുത്തം വന്നെങ്കിൽ ഇടത്ത ഭാഗത്ത് നിൽക്കണം ചെല്ലിന്. ഒരുത്ത മന്ത്രി വലത്തെ ഭാഗത്ത് നിന്നെങ്കിൽ പിന്നെ 2 ആൾ വന്നെങ്കിൽ എന്താക്കണിട്ട് ഒരു ഫിക്കിൻ്റെ കിതാബിൽ ചെല്ലിട്ട് അഞ്ചല്ലല്ലോ സാറ് പണ്ട് നിന്നുള്ള എല്ലാ ആലിമുകൾക്കുള്ള ഇഷ്കാല് 2 ആൾ ഒട്ടിക വന്നെങ്കിൽ ഒരു ഫിക്കിൻ്റെ കിതാബിലും ചെല്ലിട്ടില്ലാന്ന്. ബഹുമാനപ്പെട്ട ഇമാം മഖ്ദൂമിൻ്റെ ഫതുൽ മീൻ്റെ ഇബാറത്ത് നോക്കിയാൽ 2 ആൾ വന്നാൽ ഫസ്റ്റ് ചെന്ന് ഒരുത്തം വന്നെങ്കിൽ അപ്പുറത്ത് നിൽക്കണം, പിന്നെ ഇപ്പുറത്ത് ചെന്ന് ഒരുത്തം വന്ന് പിന്നെ ഒരുത്തം വന്ന് ഇപ്പുറത്ത് നിൽക്കണം. എന്നിട്ട് അതിൻ്റെ പിന്നെയാണ് പറയുന്നത് മഖ്ദൂം തങ്ങൾ അപ്പം അതിൻ്റെ അർത്ഥം എന്ത്? ഒരുത്തമൻ്റെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശേഷം 2 ആൾ വന്നെങ്കിൽ ഖൽഫഹു ഇമാമിൻ്റെ ബദ്യനെ നിൽക്കണു, പിന്നെ അവൻ പറഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പം തിരിഞ്ഞില്ലേ നേരായ ഉസ്താദ്? ഇനി അങ്ങനെ നിന്നിട്ട് സപ്പ് നിന്നുകൊണ്ട് പോയി. ഇത് പള്ളി, ഉള്ളത്തെ പള്ളി, പള്ളി, അത് പള്ളി. ഇങ്ങനെ കിബിലാന്ന് വെച്ചോളി, ഇങ്ങനെ കിബിലയാണ്. ഇങ്ങനെ സപ്പ് നിന്നോട്ട് പോയിട്ട് അവിടത്തോളം നിന്നു, അവിടത്തോളം നിന്നിട്ടാകുമ്പോ പർത്തത്തതും പള്ളി ബാദൽ ബന്ധുണ്ടോ? ഉള്ളത്തെ പള്ളിയിൽ AC ഉണ്ടു, ഉള്ളത്തെ പള്ളിയിൽ AC ഉണ്ടു. പർത്തത്തെ പള്ളിയിൽ AC ഇല്ല. പർത്തത്തെ പള്ളിയിൽ അവർക്ക് AC കിട്ടിയിട്ടുണ്ടാകുന്നിട്ട് അവിടെ കണ്ണാടിൻ്റെ ബാദൽ വെച്ചിട്ട് ബന്ധാക്കിയിട്, അല്ലെങ്കിൽ ഒറിജിനൽ ബാദൽ വെച്ചിട്ട് ബന്ധാക്കിയിട്. അങ്ങനെ ഇങ്ങനെ സപ്പ് പർത്തത്തെ പള്ളിക്ക് പോയിട്ട് ബാദൽ ബന്ധ ഉള്ളക്ക് പറഞ്ഞുകാവില്ല, ചിൽക്കിട്ടാറ്. അതും പള്ളി ഇതും പള്ളി, ചിൽക്കിട്ടാറ്. പിന്നെ ആര് മൂന്തണ്ടാന്നിട്ട് ഇമാം ജമാഅത്ത് സഹിയാവോ? ഇത് സാധാരണ AC പള്ളിയിൽ സംഭവിക്കുന്ന ഒന്നാണ്. ഇതും പള്ളി അതും പള്ളി. കണ്ണാടിൻ്റെ ബാദൽ വെക്കിടാറ് ഒരാൾ, ചില കണ്ണാടിൻ്റെ ബാദൽ ഇല്ലാത്ത പക്കയുണ്ട് ബന്ധ്. എന്നിട്ട് പർത്തത്തെ പള്ളി നിസ്കരിക്കുന്നത് ഉള്ളത്തെ പള്ളിയിൽ എന്താവിടൂ നിസ്കരിക്കട്. ഈ ജമാഅത്തിനെ സംബന്ധിച്ച് ചിൽക്കിട്ടിട്ടേ ഉണ്ട് നക്ക. ഈ ജമാഅത്തിനെ സംബന്ധിച്ച് പർത്തത്തെ പള്ളിൻ്റെ നിസ്കാരത്തെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം? സഹിയാവുന്ന സഹിയാവലെന്നാ ഒരു പ്രശ്നമില്ല. ഇതും അത് പള്ളിയായെങ്കിൽ നിങ്ങൾ ചിൽക്കിട്ടും പ്രശ്നമില്ല, ബീഗിട്ടും പ്രശ്നമില്ല, താക്കോൽ എറിഞ്ഞിട്ട് പോയെങ്കിലും പ്രശ്നമില്ല, ഉൾഗ ബർണുകയാവില്ല.
ബീഗ് താക്കോലെറിഞ്ഞിട്ട് പോയിട്ട് ഉള്ളത്തോർ ഉള്ളിൽ ബാക്കി പുറത്തത്തോർ പുറത്തിൽ ബാക്കി. ഒരു പ്രശ്നമില്ല. എ സി ഇട്ട പള്ളിയാവട്ടെ എ സി ഇടാത്ത പള്ളിയാവട്ടെ, ഉള്ളും പുറത്തും രണ്ടും പള്ളിയാണെങ്കിൽ കണ്ണാടിൻ്റെ ബദലെ വെക്കണമെന്നുണ്ടാ ഇല്ല. കംപ്ലീറ്റ് ബന്ദിൻ്റെ പള്ളി ആയെങ്കിലും ഒരു ബാദലുണ്ട് മതി. വേണ്ടി വന്നാൽ ചിൽക്കെടുത്തിട്ട് തുറക്കണം, ഇല്ല ബീഗ് എടുത്തിട്ട് തുറക്കണം. ആണി അടിച്ചതാകുമ്പോൾ അത് മനസ്സിലാക്കണോ. ആണി അടിച്ചിട്ട് ബന്ധാക്കിയിട്ട് ആണി അടിച്ചിട്ട് അതാവല്ല, ചിൽക്കിട്ടുങ്കാവും അല്ലെങ്കിൽ ബീഗിട്ടുങ്കാവും. വേണ്ടി അപ്പോൾ നമുക്ക് തുറക്കുക എന്നുള്ള ഉദ്ദേശമുണ്ട് അവിടെ. ആണിയിട്ടിട്ട് ബന്ധാക്കിയെങ്കിൽ അതിന് വേർതിരിക്കലാണത്. അത് ചെല്ലട്ടെ. ഞാൻ ചെല്ലട്ടെ. MP ഇപ്പോൾ ഉസ്താദ് മുഖ്യമന്ത്രിയായിരുന്നൊക്കെ കർണാടകത്തിൻ്റെ, അയാൾ മുഖ്യമന്ത്രിയായിട്ടുമ്പോൾ അയാൾ പാസ്സാക്കി പൊമ്പവയിലെ ഹൈവേ മുതൽ അഡ്യാറ് കണ്ണൂർ ഒരേ ഹൈവേനെ ഞാൻ പള്ളിയായിട്ട് വഖഫ് ചെയ്യുന്നുണ്ട്. അല്ലേ ആക്കിയാൾ പള്ളിയായിട്ട് വഖഫാക്കി വെക്കാം. പൊമ്പവയിൽ ഒരു ഇമാം നിൽക്കാം, അഡ്യാറ് കണ്ണൂരിൽ മറ്റൊരു ഇമാമും നിൽക്കാം. രണ്ടിയാൾ എത്ര കിലോമീറ്റർ ഉണ്ട് പൊമ്പയിൽ നിന്ന്? അല്ല വേണ്ട, നിങ്ങൾ ബീസ് റോഡുകളാക്കി നിൽക്കാം. ഹൈവേ റോഡിനെ പള്ളിയാക്കി. പൊമ്പവയിൽ ഇമാമും മാമും ഒറ്റൊരു മാമും ബീസ് റോഡിൽ നിൽക്കടേ. ബായോ ബായല്ലേ ഫുള്ള് പള്ളി, ഹൈവേ റോഡ് പള്ളി തന്നെ. ബായോ ബായല്ലേ ബായു. ഇന്ത്യക്കാലത്ത് അവിടെ എന്തേ ഉള്ളൂ? ഇന്ത്യക്കാലത്തിനാണ്. എങ്ങനെ ഇന്ത്യക്കാലത്തിനറിയല്? ഇമാമിൻ്റെ സൗണ്ട് കേട്ടമായി. ഇല്ലെങ്കിൽ ഇമാമിൻ്റെ സൗണ്ട് കേൾക്കണമെന്നില്ല, ഒരു മുബല്ലിഗിൻ്റെ സൗണ്ട് കേട്ട അല്ലാഹു അക്ബർ. ആ മുബല്ലിഗ് നിസ്കരിക്കുന്ന ആളാവണമെന്നില്ല, അയാളെ സൗണ്ട് കേട്ടും മതി. ഏതെങ്കിലും ഒരു നിലയിൽ കാണൽ കൊണ്ടിട്ടോ കേക്കൽ കൊണ്ടിട്ടോ വേറെ ആരെങ്കിലും മുബല്ലിഗ് അറിയിക്കൽ കൊണ്ടിട്ടോ നിങ്ങൾക്ക് ഇമാം റുക്കൂയിലേക്ക് പോകുന്നുണ്ട് എന്ന് അത് മൈക്കത്തിൽ കേട്ടെങ്കിലും മതി. അപ്പോൾ ഒരു ചോദ്യം, ഈ മൈക്കത്തിലേക്ക് വയറില്ലാത്ത മൈക്കില്ലേ? ഇപ്പൊ കത്തീപ്പന്മാർ കീസിലിടുന്ന മൈക്കില്ലേ? ആ ബോക്സിൽ ഒരു കലക്ഷൻ മാത്രമല്ലേ എന്നതുപോലെ നിങ്ങൾ കീസിൽ മൊബൈൽ വെച്ചാറ്. പള്ളിയാണെങ്കിൽ പൊമ്പവയൽ മുതൽ ബീസ് റോഡ് വരെ അല്ലെങ്കിൽ ബംഗളൂരു വരെ ഹൈവേ റോഡിനെ പള്ളിയാക്കിയാൽ ബംഗളൂരിലൊരു മാമും നിൽക്കുക, പൊമ്പയിലൊരു ഇമാം നിൽക്കുക. ഏതെങ്കിലും രൂപത്തിൽ MP ഉസ്താദ് നിങ്ങൾക്ക് ഇമാം ജമാഅത്ത് അവിടെ റുക്കൂക്ക് പോകണ്ടു സുജൂദിക്ക് പോകേണ്ടത് അറിഞ്ഞെങ്കിൽ മൈ എന്തായിട്ടാ എന്നതുപോലെ അപ്പുറത്തുള്ളവർക്ക് കാണൽ ചെറുത്തില്ല. പള്ളിയിലാണെങ്കിൽ കാണൽ ചെറുത്തില്ല. അപ്പുറത്തുള്ളവർ അതും പള്ളി ഇതും പള്ളി, കാണൽ എന്തില്ല ചെറുത്ത് ഇല്ല. കേട്ടെങ്കിൽ മതി, മൈക്കത്തിൽ കേട്ടെങ്കിൽ മതി, കണ്ണാട്ടിൽ കണ്ടെങ്കിൽ മതി, ഉള്ളൊക്കെ കടക്കണമെന്നില്ല, നിസ്കാരം ചെയ്യാവും. ഇനി അവിടെ ഒരു പ്രത്യേക ഒരു മസാല മനസ്സിലാക്കണം. ചെല്ലേ ഊടെ ഒരു പ്രത്യേകം മനസ്സിലാക്കണം. ഊടെ മതി. ഇനി ഊടെ പ്രത്യേകം മനസ്സിലാക്കണം. എന്തുകൊണ്ടുണ്ടാ AC ഇട്ടിട്ട് 20 റക്അത്ത് തറാബി നിസ്കരിക്കട്ടെ. AC 20 റക്അത്ത് തറാബി. അപ്പോൾ ഉസ്താദുക്ക് AC അവിടെയില്ല. ഉസ്താദുക്ക് എന്താവില്ല? AC ഒരു 10 മിനിറ്റ് ആകുമ്പോൾ അലർജി അവിടെ മൂങ്കിൽ തണ്ണി വേണ്ട. ഇവിടെ ഒരു 2 സപ്പുണ്ട് പള്ളിൻ്റെ ഉള്ളിൽ. എന്തുണ്ട്? 2 സപ്പുണ്ട്. ഒരു സപ്പിൻ്റെ അത്ര ആൾ 10 ആൾക്ക് അവർ AC ആവില്ല. AC ഇടണ്ടാൻ ചെല്ലുമ്പോൾ ഒരു കേക്ക് ഇടൂല്ല. നിങ്ങൾ ഔത്ത് നിസ്കരിക്കറും ചെല്ലാറ്, ഔത്തു നിസ്കരിക്കറും AC ആയാലും പറഞ്ഞാണ് എന്താക്കട്ടെ. അപ്പം എന്തെങ്കിലും ഒരു ഇളവുണ്ടാ എന്ന് പറഞ്ഞെങ്കിൽ പള്ളിൻ്റെ ഉള്ളിൽ AC ഇട്ടിട്ട് 2 സപ്പായിട്ട് പള്ളിൻ്റെ ഉള്ളിൽ ഇമാം ജമാഅത്തായിട്ട് നിസ്കരിക്കട്ടെ 2 സപ്പ്. പിന്നെ ഈ സപ്പ് ഇവിടെ 10 സപ്പ് നിൽക്കുന്ന ജാഗ കൂടെ ഉണ്ടു, ബാക്കിയുള്ളൂ. എന്നിട്ട് പള്ളിൻ്റെ പുറത്ത് ബാദലിൻ്റെ അപ്പുറത്ത് AC ഇല്ലാത്ത ജാഗയിൽ ഒരു സപ്പ് AC ആ ഭാഗത്ത് നിസ്കരിക്കട്ടെ. അങ്ങനെ നിസ്കരിക്കാമോ? നിസ്കാരത്തിന് ജമാഅത്തിൻ്റെ പ്രതിഫലം കിട്ടുക?
ജമാഅത്തിൻ്റെ പ്രതിഫലം കിട്ടുമോ? നമുക്ക് ജമാഅത്തിൻ്റെ പ്രതിഫലം കിട്ടണമെങ്കിൽ എന്താണ്? ഇമാമിൻ്റെയും മഅ്മൂമിൻ്റെയും 3 വളത്തിൻ്റെ ഉള്ളിൽ വേണം. സപ്പ് 3 വളത്തിൻ്റെ ഉള്ളിൽ വേണം. കൂടെ ഇമാമ് നിന്ന് 2 സപ്പ് നിന്ന്, ഈ സപ്പ് പിന്നെ 10 സപ്പിൻ്റെ വൈ എന്തുണ്ട് ഇവിടെ ഇടയിൽ ഗ്യാപ്പുണ്ട്. എന്നിട്ട് ബാധലിട്ടിട്ട് പുറത്തത്തെ പള്ളിയിൽ എന്താക്കട്ടെ? പുറത്തത്തെ പള്ളിയിൽ ഇമാം ഒരു സപ്പ് നിസ്കരിക്കട്ടെ. ബായോ ബായല്ലേ? ഇല്ലാലി ഉദ്രിൻ 3 മളത്തിൻ്റെ ഉള്ളിൽ വേണമെന്ന് പറഞ്ഞത് അതെല്ലാം ഉതിറില്ലെങ്കിൽ കൂടെ അത് നിങ്ങൾ ബുജൈരിമെല്ലാം നോക്കിയും കാണും. ഇതെന്ന് ചെല്ലുന്നത് ബുജൈരിമെല്ലാം നോക്കിയും കാണും. എന്ത്? മക്കത്തെ പള്ളിയിൽ കുറെ ആൾക്ക് കഅബത്തിൻ്റെ അടുത്ത് നിസ്കരിക്കുമ്പോൾ ചൂട് കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ കഅബത്തിൻ്റെ ചുറ്റുമാടുണ്ടാ? ഇല്ല. അപ്പോൾ ഒരു 2-3 സപ്പോടെ മക്കത്തെ പള്ളി നിസ്കരിക്കും. ചൂട് സഹിക്കാൻ കഴിയാത്തവർ 3 മുളമല്ല 100 മുള അപ്പുറത്ത് പള്ളിൻ്റെ ഉള്ളിൽ പോയിട്ട് എന്താക്കിയാൽ തുടർന്നാരി ഉതിറുള്ളത് കൊണ്ടിട്ട് ഇമാം ജമാഅത്തിൻ്റെ പ്രതിഫലം കിട്ടും. അതുകൊണ്ടിട്ട് തറാവീഹിൻ്റെ സന്ദർഭത്തിൽ കുറേ ആൾ ഏസിട്ടിലേക്ക് ഗലാത്താക്കുന്നവരുള്ളാറ്, ഞങ്ങൾക്ക് AC ആവില്ല ചെല്ലുന്നവരുള്ളാറ്. ഉള്ളത്തെ പള്ളിയിൽ അപ്പോൾ അവരിൽ ചെല്ലണുള്ളത് ഉള്ളത്തെ പള്ളിയിൽ സൗകര്യമുള്ളവർ ഉള്ളത്തെ പള്ളിയിൽ നിസ്കരിച്ച് 1-2 സപ്പായി. പിന്നെ കുറേ സപ്പ് വിട്ടിട്ടു പുറത്തത്തെ പള്ളിയിൽ ഒരു സപ്പ് കെട്ട്, പിന്നെ സപ്പയില്ല. അവർ കെട്ടിയെങ്കിലും അവർക്ക് AC ആവാത്തത് കൊണ്ടിട്ട്, ഏതുപോലെ ചൂട് കാലത്ത് ചൂടിൻ്റെ അവർക്ക് ബുദ്ധിമുട്ടായത് കൊണ്ടിട്ട് അവിടെ ദൂരമാകാം എന്ന് പറഞ്ഞതുപോലെ, മക്കയിൽ ദൂരമാകാമെന്ന് പറയും പോലെ തണുപ്പ് അവർക്ക് ആവാത്തത് കൊണ്ടിട്ട് അവർ പുറത്ത് നിസ്കരിച്ചെങ്കിലും അവർക്ക് ജമാഅത്തിൻ്റെ പ്രതിഫലം കിട്ടും. ഇത് പ്രത്യേകം മനസ്സിലാക്കേണ്ട. AC ഇട്ടിനെ ഗലാട്ടാക്കുന്നവരിൽ ആ സന്ദർഭം നിങ്ങൾ ഒറ്റന് പോയിട്ട് അവിടെ നിസ്കരിക്കും, പുറത്ത് നിസ്കരിക്കും. നിങ്ങൾക്ക് AC ആണില്ലെങ്കിൽ ചെന്നങ്കായിട്ട് ഇത് പ്രത്യേകം ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഇത് പള്ളി, അത് പള്ളി. ഇനി ഇത് പള്ളി, അത് പള്ളി അല്ല. ഇനി അതായിട്ടില്ല, അതിലേക്ക് പിന്നെ കിടക്കാം. ഇനി ഇത് പള്ളി, മീത്തയും പള്ളി. ഇത് പള്ളി ആയ ഉസ്താദ് ടൈമായ നിർത്താൻ ഇത് ചെല്ലിട്ട് നിൽപ്പിക്കുന്നതാണ്. 100,000 മസാലുണ്ട് ചെല്ലണക്ക്. ഇത് ഞാൻ ചെല്ലില്ല, ഈ ജമാഅത്തിൻ്റെ ഇത് തീരുന്ന വിഷയമല്ലാന്ന്. ഇതും പള്ളി, മേളിലും പള്ളി. ആ പള്ളിയാണെങ്കിൽ മേളിലേക്ക് പോകാൻ ഏണി വട വെക്കണം. ആ ഏണിക്ക് ഞമ്മ കാല് വെക്കുന്നത് പള്ളിൻ്റെ ഉള്ളിൽ നിന്നാണ്. അവിടെ എണ്ടാന്നത് പോയിട്ട് അവിടെ ഏൻ്റെ ലാസ്റ്റ് നിന്ന് ഇറങ്ങുന്നത് പള്ളിക്കാണ്. അതാണ് ശ്രദ്ധ. അപ്പോൾ ഇതിനൊരു ഉദാഹരണം ചെയ്യുന്നത് ഞാൻ നിങ്ങളുടെ ഒരു ഇതായിട്ട് ഇത് പള്ളി നട്ടു, ഇത് ഫുള്ള് പള്ളി. മീതെ നിങ്ങൾക്ക് മദ്രസ വേണം, മീതെ എന്താ നിങ്ങൾക്ക് മദ്രസ വേണം. അതോടുകൂടി ജമാഅത്ത് വെള്ളിയാസം ആൾ കൊടുത്ത് പെരുന്നാൾ ആൾ തന്നു അവിടെ ഇടീ പള്ളിയാക്കും കൊന്നില്ല. ഹൈദുള്ള പെണ്ണുങ്ങൾക്ക് ഇടാക്കല്ല വരുന്ന് പള്ളിയാക്കൊന്നില്ല ജാഗയില്ല. അപ്പം എന്താ കൊടുത്ത് കുടുങ്ങില്ലേ? ഏണി വെച്ചിനി ജമാഅത്തിന് കൂടാതെ കൊന്നില്ല. ആ സന്ദർഭത്തിൽ എന്താണ് ഉസ്താദ് നിങ്ങൾ പള്ളിയാക്കൊക്കെ പറഞ്ഞ പെണ്ണുപിള്ള ഹൈദുള്ള പെണ്ണുപിള്ള പള്ളിക്ക് വേണ്ടത് പ്രശ്നമുണ്ട് അവിടെ. അപ്പം നിങ്ങൾക്ക് മാർഗിനേറ്റ് ഇത് പള്ളി ഫുള്ള് എന്താണ് പള്ളി. ഏണി കൂടെ 10 കൂടെ വെച്ച് കൂടെ എണി. അപ്പോൾ പള്ളിൻ്റെ ഉള്ളിൽ കാലത്തിലേക്ക് അവിടെ പോയി ഏണിയോടെ ഇതൊക്കെ ഏണി എണ്ടാ നടന്നാക്കി പള്ളി. ആ എണ്ടാ അവിടുന്ന് ഒരു ടൈൽസ്, വലിയൊരു ടൈൽസ് ഇങ്ങനെ ഊട്ടോടുണ്ടാക്കി പള്ളി ടൈൽസ് ഇട്ടിട്ട് അതിന് പള്ളിയായിട്ട് ഒപ്പാക്കി. ആ ടൈൽസിനതൊക്കെ പള്ളി അല്ലെങ്കിൽ അവിടെ അത്ര ജാഗ്രത പള്ളിയായിട്ട് ഇപ്പുറത്തിങ്ങ് മദ്രസ വേണമല്ലേ അല്ലേ, ഇത്ര പള്ളിയായിട്ട് ഒപ്പാക്കി. അങ്ങനെ ഇത്ര പള്ളി. അപ്പം ഏറിയതും പള്ളിയിൽ നേറിയത് അവിടെ ഇഞ്ഞതും പള്ളിയിൽ നിന്ന് ഇലിഞ്ഞ്. ആ സന്ദർഭത്തിൽ അവിടെ ഇങ്ങനെ ഒരുത്തം കൂടെ എടുത്ത് നിന്നെങ്കിൽ കൂടെ എടുത്താൽ ഇപ്പുറത്ത് നിൽക്കാം, കൂടെ നിൽക്കാം. ലാസ്റ്റ് ഒരു ആത്തലോടെ പള്ളി അല്ലെങ്കിൽ എന്താക്കാം അവനിക്ക് നിൽക്കാം. അതുകൊണ്ടിട്ട് ഏണി പള്ളിയിലേ വെക്കണം. പള്ളിയിൽ വെക്കണമെന്നില്ല. ഏണിൻ്റെ ഹവാവ് ഏണി പള്ളിയാവണമെന്നില്ല. ഏണി നിൽക്കുന്ന ഹവ പള്ളിയാവണമെന്നില്ല. ഹവ പള്ളിയാവണമെന്നില്ലെങ്കിൽ ഇത് പള്ളിയെങ്കിൽ ഹവ എന്താ പള്ളിൻ്റെ ഉള്ളിലായി. അങ്ങനെയാണ് ഭക്തനാവാം. ഏണിക്ക് കാല് വെക്കുന്നത് പള്ളിയിൽ നിന്നാണോ, ഏണിന്ന് അവിടെ ഇറങ്ങുന്നത് പള്ളി. നിങ്ങൾക്ക് ഇപ്പം ഇത്രയോ അടുത്തുണ്ട് ചെറിയ ജാഗയിൽ മാളിലും മദ്രസയുണ്ട്, ഇതുണ്ട്. ഇടി പള്ളിയാക്കാൻ കൊണ്ടില്ല നിസ്കരിക്കിടുന്നു. അപ്പം ഇങ്ങനത്തെ ഒരു സൗകര്യം ആക്കിക്കായി. അപ്പോൾ
ഫസ്റ്റ് ഇവിടെ എത്തി നിന്നെങ്കിൽ ഇതിൻ്റെ ഇപ്പുറത്ത് സപ്പായിട്ട് എന്താ പള്ളിയല്ലാത്ത ജാഗയിൽ നിൽക്കാം. ഇനി ഞാൻ കേൾക്കട്ടെ, ഇങ്ങനെ ഒരാൾക്ക് ഞാൻ ചോദ്യം പറഞ്ഞു, അവിടെ എങ്ങനെയാണ് അവിടെ ചോദ്യം? ഏണി വാടുണ്ടോ? ഏണി അവിടെ ഉണ്ട്. ഏണിന്റെ അപ്പുറം പള്ളിയാക്കില്ല. ഏണി ഇറങ്ങുന്ന പള്ളിക്ക് തന്നെ ഏണിന്റെ അപ്പുറം എന്തായാലും പള്ളി. എതിരിൽ 5 സപ്പ് നിൽക്കുന്നത്ര ജാഗ ഉണ്ട്. എതിർ ഭാഗത്ത് 5 സപ്പ് നിൽക്കുന്നത്ര ജാഗ ഉണ്ട്. അപ്പൊ എതിർ ഭാഗത്ത് 5 സപ്പ് നിൽക്കാൻ പാടുവാണ് ചോദ്യം. പള്ളിയിൽ നിന്ന് പോയി ഏണി പോയിട്ട് പള്ളിയിലേക്ക് തന്നെ. പക്ഷെ പള്ളി എന്തായാലും അപ്പുറം പള്ളിയാക്കിനാറ്, എതിർന്നായിട്ടില്ല പള്ളിയാക്കിയിട്ടില്ല മഴയിൽ. അപ്പൊ എതിർൽ ഇമാമോ അവിടെ മാമൂമിങ്ങൾക്ക് നിൽക്കാൻ പായുവാന്നൊരു ഞാൻ ചോദ്യം വന്നില്ല. നമ്മുടെ ജില്ലയിൽ പെട്ടതില്ല, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എതിർ നിൽക്കാൻ പായ നിന്നുകൊണ്ടുള്ള ബായുവ പിറവിലെത്ര നിൽക്കാം. എതിർ പള്ളിയായെങ്കിൽ എതിർ നിന്നെങ്കിൽ പള്ളിയാവാത്ത പിറവിലെത്ര വേണം നിന്നുണ്ടെന്നവാ പോവാ. അവിടെ അവിടുന്ന് അപ്പുറം നിൽക്കല്ല, അവിടെ എതിർ നിൽക്കണേ. എതിർ നിൽക്കണോ? ആവില്ല. ഇനിയിപ്പോ ഇപ്പുറം പള്ളിയാക്കി, ഇപ്പുറം പള്ളിയാക്കി, കൂടെ കേടി വന്ന് അപ്പുറം പള്ളിയാക്കിട്ടേ ഇല്ല. കൂടെ നിന്ന് പള്ളിയാക്കാത്ത പതിറ്റ് മൂന്ന് നിങ്ങളായി അപ്പുറം പോകാം. ഈ വ്യത്യാസം എന്താക്കണം? അപ്പൊ പള്ളിയിൽ നിന്ന് ഏണി വേണം, ഇറങ്ങുന്നതും പള്ളിയിലേക്ക് ആകണം. ഇത് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇമാം ജമാഅത്തിന് ഒരു പ്രശ്നവും ഇല്ല. ഇനി ഇതൊരു കീലൻ ചെല്ലില്ലെങ്കിൽ ബേജാറല്ലേ? ഒരു കീലനെ ചെല്ലില്ലെങ്കിൽ എന്താവും ബേജാറ്. കുറെ സ്ഥലത്ത് പെരുന്നാണ്ടെന്നു അത്ഭുതകരമായിട്ട് കുറെ ആൾ ബൊമ്പായിലും ബംഗളൂരുള്ളവരെല്ലാം വന്നാറ്. പള്ളിൻ്റെ ഉള്ളിൽ നിറങ്ങിനി, മാലിൽ പക്ക ഉണ്ട്. ഏണി പള്ളിൻ്റെ ഉള്ളിലില്ല. ഏണി സന്ദർഭത്തിൽ നിങ്ങൾ പ്രയോഗം ആക്കേണ്ടത്, നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ബഹുമാനപ്പെട്ട ഇമാം ബുൽഖൈനെ പോലൊക്കെ പല ഇമാമുകളും ചെമ്മാറ് അതല്ല നീതയും പള്ളി സാധയും പള്ളി ഏണി വടവുള്ള പള്ളിയിൽ അല്ല.